കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവ് ശംസിക വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈ ശംശയ സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. സന്തോഷമാണോ? ഞങ്ങൾക്ക് സന്തോഷമാണ് എന്നൊന്ന് പറഞ്ഞേ നോക്കട്ടെ. അത് കേൾക്കാൻ തന്നെ എന്തൊരു സന്തോഷമാണത്. സന്തോഷമാണോ? നമ്മൾ പറയുന്നതാണ് നമുക്ക് സംഭവിക്കുന്നത്. നമുക്ക് പറയുന്നതാണ് നമുക്ക് സംഭവിക്കുന്നത്. ഞങ്ങൾ ജീവിതത്തെ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ മതി. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ ശരിയാവും എന്ന് പറഞ്ഞാൽ ശരിയാവും. ഇത് ശരിയാവാൻ പോകണില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ ശരിയാവാൻ പോകണില്ല. ഇത് ഗുണപ്പെടും എന്ന് പറഞ്ഞാൽ ഗുണപ്പെടും. ഇത് നന്നാവില്ല എന്ന് പറഞ്ഞാൽ നന്നാവില്ല. നമ്മുടെ നാവിലാണ് നമ്മുടെ അനുഗ്രഹം കിടക്കുന്നത്. നമ്മുടെ നാവിലാണ് നമ്മുടെ അനുഗ്രഹം. സോ അനുഗ്രഹം പ്രാപിക്കാൻ അനുഗ്രഹം പറയണം. എന്താണ്? അനുഗ്രഹം പ്രാപിക്കാൻ അനുഗ്രഹം പറയണം. എന്നോട് പറയാമോ? അനുഗ്രഹം പ്രാപിക്കാൻ. സോ റിസീവ് ദ ബ്ലെസ്സിങ് ബൈ സെയിങ് ദ ബ്ലെസ്സിങ്. പറയുക, പ്രാപിക്കുക. അപ്പം അതാണ് അനുഗ്രഹം സ്വീകരിക്കാനുള്ള വഴി. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങൾ പറയാൻ പരിശീലിക്കണം. എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ പറയണം. ഇത് പ്രാക്ടീസ് വഴി മാത്രമേ കിട്ടത്തുള്ളൂ. അല്ലാതെ നാച്ചുറലി നമുക്കങ്ങനെ ഒരു കപ്പാസിറ്റി ഇല്ല. നാച്ചുറലി ഹ്യൂമൻ ടെൻഡൻസി ഈസ് ടു സേ വാട്ട് ഈസ് നെഗറ്റീവ്, ഇറ്റ് ഈസ് നോട്ട് അപ് ടു ദ മാർക്ക്. അത് പറയാനാണ് നമ്മുടെ സ്വാഭാവിക പ്രവണത. ശരിയല്ലേ? എന്തിൻ്റെ കാര്യത്തിലും നമ്മൾ പെട്ടെന്നൊരു കുറ്റമാണ് കണ്ടുപിടിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ധ്യാനത്തിൻ്റെ ആദ്യത്തെ ദിവസം ഇരിക്കുന്നത് യൂത്ത് ഫെസ്റ്റിവലിന് മാർക്കിടാൻ ഇരിക്കുന്ന പോലെയാണ്. മനസ്സിലായി? അതായത് ഇവാലുവേറ്റ് ചെയ്യാണ്. യൂട്യൂബിൽ കണ്ട പോലെ അത്രയും അങ്ങോട്ട് മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണത്. എപ്പോഴും നമ്മളിങ്ങനെ നെഗറ്റീവ് കാണാനാണ് സ്വാഭാവികമായിട്ട്. എനിക്ക് തോന്നുന്നു ഈ മൊത്തം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കാണുന്നത് മലയാളികളാണെന്ന് തോന്നുന്നു. നിങ്ങൾ മലയാളികളല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങളുടെ നെഗറ്റീവ് കാണുന്നത് ഒരു ഭൂമിയിൽ മൊത്തത്തിലെടുത്താൽ മലയാളികളാണെന്ന് തോന്നുന്നു. എന്തോട്ടെ, അതുകൊണ്ട് സോ ഇറ്റ് ഈസ് ഓൺലി ബൈ പ്രാക്ടീസ്. ഇറ്റ്സ് ഓൺലി ബൈ പ്രാക്ടീസ് that we learn how to speak what is positive. അപ്പം നല്ല കാര്യങ്ങൾ പറയണം. അത് സങ്കീർത്തനം 34. ബൈബിളുണ്ടോ? ഇല്ലെങ്കിൽ ഒരെണ്ണം തരാം. വേണോ? ഓക്കെ, അപ്പോൾ എടുത്തോ. സാംസ് 34, സങ്കീർത്തനങ്ങൾ 34. സങ്കീർത്തനങ്ങൾ 34. സാംസ് 34 വ്യക്തമായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. സങ്കീർത്തനം 34 വാക്യം 12. സങ്കീർത്തനം 34 വാക്യം 12 വായിക്കാം. ഓക്കെ, വണ്ടർഫുൾ. വായിച്ചോ. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും. ഇപ്പം കണ്ടോ? സോ ഒരു പ്രോമിസ്, ഒരു കണ്ടീഷൻ. ഞാൻ എന്താ പറഞ്ഞേ? മറന്നുപോയി. എന്താ പറഞ്ഞേ? ഒരു പ്രോമിസ്, ഒരു കണ്ടീഷൻ. ബൈബിൾ എപ്പോഴും അങ്ങനെയാണ്. See, whenever God gives a promise, there is always a condition behind it. So a promise is given based on a condition. Clear? അപ്പോൾ ബൈബിളിൽ എപ്പോഴും ഒരു പ്രോമിസ് നൽകപ്പെടുന്നത് ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. സോ ഹിയർ ഇസ് എ പ്രോമിസ്. എന്താണത്? നല്ല ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുക. അതായത് നല്ല ജീവിതം, ദീർഘായുസ്. നല്ല ജീവിതം പറഞ്ഞ്. നല്ല ജീവിതം വേണ്ടേ? നല്ല ജീവിതമാണോ? കുറച്ചൊക്കെ അല്ലേ? എപ്പോഴും നല്ല ജീവിതം വേണ്ടേ? വേണ്ടേ? ഓക്കെ, വേണം. അപ്പം നല്ല ജീവിതം. അടുത്തത് ദീർഘായുസ് വേണോ? പിന്നെ വേണം. മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്
നിങ്ങൾ നടിച്ചു. ഞാൻ പറയട്ടെ, നമുക്ക് ജോലി ചെയ്യാൻ പ്രേരണ തരുന്നതും അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിച്ചു കൂട്ടാൻ പ്രേരിപ്പിക്കുന്നതും എല്ലാം എന്താണെന്നറിയാം? മരണഭയമാണ്. എന്ത്? പെട്ടെന്നെങ്ങാനും മരിച്ചു പോയേക്കുമോ നമ്മളിത് അറിയുന്നില്ല. ഇറ്റ്സ് നോട്ട് കോൺഷ്യസ്. നമ്മളെ അകത്ത് ശരിക്കും നമ്മൾ ബോധത്തോടെ തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. പെട്ടെന്നെങ്ങാനും മരിച്ചു പോയേക്കുമോ എന്ന ഭയം കൊണ്ടാണ്. ഇപ്പം ഞാൻ വർഷത്തിലെ മാസത്തിലെ എൻ്റെ കലണ്ടറിലെ മിക്കവാറും എല്ലാ ദിവസങ്ങളും ഞാൻ എൻഗേജ്ഡ് ആണ്. അപ്പോൾ എന്നോട് ആളുകൾ പറയും, മര്യാദയ്ക്ക് കുറച്ച് ദിവസം എവിടെയെങ്കിലും അടങ്ങിയിരുന്നോടെയും ചോദിക്കും. അപ്പം ഞാനും വിചാരിക്കും കുറച്ച് ദിവസമൊക്കെ അടങ്ങിയിരിക്കണം, കുറച്ച് ദിവസം, ഇനി ഒരു 10 ദിവസം ഒരു പ്രോഗ്രാം ഇല്ലാതിരിക്കണമെന്നൊക്കെ ഞാനും വിചാരിക്കും. പക്ഷേ സമയമാകുമ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കലണ്ടർ മുഴുവൻ ഫുള്ളാവും. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വന്നാൽ അത് കളയാതെ എടുക്കുന്നത്? പെട്ടെന്നെങ്ങാനും പെട്ടെന്നെങ്ങാനും സത്യമാണത്, മരിച്ചു പോയാലും ഓർത്തിട്ടാണ് പെട്ടെന്നെങ്ങാനും. കാരണം എന്തായാലും ഒരു നിങ്ങൾ എത്ര കൊല്ലം ജീവിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഏതാണ്ട് ഒത്തിരി നാളൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. ഒരു 106, 107 മാക്സിമം. ഓക്കെ. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ. ബൈബിളിൽ ആദത്തിൻ്റെ ജീവിതകാലം 930. അതൊക്കെ വെച്ച് നോക്കിയാൽ 106 എന്നാ ഉണ്ട് അപ്പച്ചാ? ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് മരണഭയമാണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ദീർഘായുസ് വേണം. ദീർഘായുസ് വേണം നമുക്ക് വേണ്ടി. അല്ലെങ്കിൽ പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ ആഗ്രഹം മരിച്ച് കർത്താവിൻ്റെ അടുത്ത് എത്താനാണ്. പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ ആഗ്രഹം മരിച്ച് കർത്താവിൻ്റെ അടുത്ത് എത്താനാണ്. ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛനുണ്ട്, എനിക്ക് ജോസഫ് അച്ഛനും അറിയാം, ഞങ്ങളുടെ കോമൺ ഫ്രണ്ടാണ്. അച്ഛൻ പറയും, എനിക്ക് രക്തസാക്ഷി ആവാനാണ് ആഗ്രഹം, പക്ഷേ ഇഞ്ചക്ഷൻ എടുക്കുന്ന പേടിയാണ്. എന്താണ്? എനിക്ക് രക്തസാക്ഷി ആവാനാണ് ആഗ്രഹം, പക്ഷേ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഭയങ്കര പേടിയാണ് എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഈ മടുക്കുമ്പോഴൊക്കെ പറയും, മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുമെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അറിയാം നമുക്ക് മരിക്കാനൊന്നും ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ ദീർഘായുസ് വേണം. 2 കാര്യങ്ങൾ: സന്തുഷ്ടമായ ജീവിതം, ദീർഘായുസ്. പറഞ്ഞേ, ദീർഘായുസ് വേണ്ടേ? അല്ലേ? നമ്മൾ പ്രായം അറിയാതിരിക്കാനല്ലേ മുടി കറപ്പിക്കുന്നത്? അല്ലേ? അതായത് ദീർഘായുസും സന്തുഷ്ടമായ ജീവിതം, ഇത് 2 നമുക്ക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? അതാണ് അതിൻ്റെ കണ്ടീഷൻ. എന്ത് ചെയ്യണം? തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരത്തെയും സൂക്ഷിക്കണം. മനസ്സിലായോ? തിന്മയിൽ നിന്ന്. ഇത് എന്ത് തോന്നുന്നു? ഇത് എളുപ്പമല്ലേ? ഒട്ടും എളുപ്പമല്ല. മനസ്സിലായോ? നമ്മുടെ സ്വാഭാവിക പ്രവണത ആരുടെയും 10 കുറ്റം വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ കപ്പലിൻ്റെ തിന്നുന്നതിനേക്കാളും ടേസ്റ്റാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? കടലമുട്ടായി തിന്നുന്നതിനേക്കാളും നല്ലതാണ് ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ആരുടെയും ഒരു കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അപ്പോൾ ഇതാണ് സ്വാഭാവികമായ നമ്മുടെ വാസന. എന്നാൽ വചനം പറയുകയാണ്, നമ്മൾ എന്ത് ചെയ്യണം? തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് അധരത്തെയും. ഇതൊന്ന് ട്രൈ ചെയ്താൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. തിന്മയിൽ നിന്ന് നാവിനെയും. നമുക്ക് ജീസസ് എൻകൗണ്ടർ എന്നൊരു പ്രോഗ്രാമുണ്ട്, യൂത്തിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. അമ്മച്ചിമാരാണ് ഇടയ്ക്കൊക്കെ കയറി ഇങ്ങനെ പമ്മിയിരിക്കുന്ന കാണാം. എന്നാലും കൂടുതലും മോസ്റ്റ്ലി യൂത്തിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ അതിനകത്ത് എല്ലാ സൺഡേയിലുമാണ് ആ പ്രോഗ്രാം, ഓൺലൈനാണ്. അപ്പോൾ അതിനകത്ത് എല്ലാ സൺഡേയിലും ഒരു ടാസ്ക് കൊടുക്കും. ഒരു പ്രാവശ്യം ഞാൻ കൊടുത്ത ടാസ്ക് ഇതായിരുന്നു, ഈ സ്വെയർ വേർഡ് പറയരുത്. ഇപ്പോൾ യൂത്തിനിടയിൽ അങ്ങനെ ഉണ്ടല്ലോ, ഈ ഒത്തിരി പന്നവാക്കുകളുണ്ടല്ലോ, അതിങ്ങനെ പറയും. ഇപ്പം നിങ്ങൾ ജീവിക്കുന്ന കൾച്ചറിലൊക്കെ ആളുകൾ എപ്പോഴും നാഴികയ്ക്ക് 40 വട്ടം ഈ സ്വെയർ വേർഡ് പറയും. എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ? മനസ്സിലായില്ലെന്നെങ്ങാനും പറഞ്ഞാൽ മനസ്സിലായെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ മനസ്സിലായെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ സ്വെയർ വേർഡ് നമ്മൾ ഈ കൾച്ചറിൽ നാട്ടിൽ അത്രയില്ല. ഈ സ്വെയർ വേർഡ് പറച്ചിൽ അത്രയില്ല. വല്ലപ്പോഴും ദേഷ്യം വരും, അരിശം വരുമ്പോഴൊക്കെ ചേട്ടന്മാർ 2 തെറി പറഞ്ഞെങ്കിലായി. എന്നാലും ഈ ചില കൾച്ചറിൽ, ഞാൻ ഇംഗ്ലണ്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, എപ്പോഴും ഒരു സെൻറ്റൻസിനിടയ്ക്ക് 4 സ്വെയർ വേർഡ് പറയും. അപ്പോൾ ഇങ്ങനെ ദാറ്റ്സ് വെരി ബാഡ്, ഭയങ്കര പന്ന വാക്കാണത്. അപ്പോൾ അങ്ങനെ അത് പറയും. നമ്മുടെ പിള്ളേർ, ചെറുപ്പക്കാർ ഈ കൾച്ചർ ജീവിച്ച് എപ്പോഴും നാട്ടിലുമൊക്കെ യൂത്ത് ഈ സ്വെയർ വേർഡ് പറയുന്ന കേൾക്കാം ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഒരിക്കലും യൂത്തിന് ഞാൻ കൊടുത്ത ഒരു ടാസ്ക് ഇതായിരുന്നു, ഇത് പറയരുത്. ഞാൻ ആദ്യം വിചാരിച്ചത് കുറച്ച് പേരൊക്കെ കാണത്തുള്ളതാണ്. എനിക്ക് കിട്ടിയ റെസ്പോൺസ് വാസ് അമേസിങ്, സർപ്രൈസിങ്. എന്നോട് അവർ പറയുകയാണ്, അച്ഛാ, ഞങ്ങൾ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ഞങ്ങൾ എന്തുമാത്രം സ്വെയർ വേർഡാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഒരു സെൻറ്റൻസിനകത്ത് 4 എണ്ണം പറയുമായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത്. ബട്ട് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഇൻ ദ ബിഗിനിങ്. ബട്ട് വെൻ വി സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് ഇറ്റ് ബിക്കെയിം വെരി ഇൻട്രസ്റ്റിംഗ്. ഞങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾക്കത് ഭയങ്കര ഒരു സന്തോഷം തരാൻ തുടങ്ങി. ഈ സ്വേർ വേർഡ് പറയാതെ ആയപ്പോൾ ഞങ്ങളുടെ വഴി തുറക്കപ്പെടാൻ തുടങ്ങി. നിങ്ങൾ യു വോണ്ട് ബിലീവ്, നമ്മുടെ നാവിനെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചില കാര്യങ്ങൾ നാവിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ബ്ലെസ്സിങ്സ് ഇങ്ങനെ വരാൻ തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയാ. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുക. പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, ആളുകൾ എപ്പോഴും കേഴ്സ് ചെയ്യും, ശപിക്കും. വചനം പറയുന്നുണ്ട് ശപിക്കുക അവന് ഇഷ്ടമായിരുന്നു. അത് രാവിലെ എഴുന്നേറ്റ് രാവിലെ അയൽവക്കക്കാരെ ശപിക്കുന്ന ആളുകളുണ്ട്. രാവിലെ എഴുന്നേറ്റ് എന്നോടൊരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, അമ്മയ്ക്കൊരു സ്വഭാവമുണ്ട്, 3 മണിക്ക് എഴുന്നേറ്റ് ഇങ്ങനെ രാവിലെ ഒരു അരമണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ അയൽവക്കക്കാരിരുന്ന് പരാകുകയാണ്. ഇങ്ങനെ ഓരോ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പരാകുകയാണ് അമ്മച്ചി. മനസ്സിലായോ? അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. ഈ എക്സെപ്ഷൻ ആയിരിക്കും, എന്നാലും അങ്ങനെയുള്ളവരുണ്ട്. ഈ അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു നന്മ വരുമ്പം ഒരു പ്രയാസം അല്ലേ? നമ്മുടെ ഇടവക വരുന്നൊരു ചേട്ടൻ പുതിയൊരു വണ്ടി വാങ്ങിച്ചു. അപ്പോൾ അത് കാണുമ്പം കള്ളപ്പണം ആയിരിക്കും എന്നറിയാതെ പറയാനുള്ള ഒരു വാസന അല്ലേ? അപ്പം അത് കേഴ്സ് ചെയ്യും, ആളുകളെ കേഴ്സ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം നമുക്ക് എടുക്കാം വചനം. 1 Peter chapter 3 verse 9. 1 പത്രോസ് 3:9. 1 പത്രോസ് 3:9. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. 1 Peter chapter 3 verse 9 വായിക്കാമോ? തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ. ഒന്നുകൂടെ വായിച്ചേ. ഉച്ചത്തിൽ എല്ലാവരും വായിക്കാമോ? തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവൻ. ഈ നമ്മുടെ ഈ 2nd സെക്ടർ 3rd സെക്ടറൊക്കെ ഇരിക്കുന്ന ആളുകൾ, ഹലോ, ഞാൻ വരാം കേട്ടോ, ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ വരാം കേട്ടോ. ഇപ്പം നിങ്ങളെ കാണത്തില്ല, ഇവിടെ കുറച്ച് പേരെ മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ ഫൈൻ, സാരമില്ല, അങ്ങോട്ട് ഇടയ്ക്ക് വരാം കേട്ടോ, വരാം. മടുക്കുമ്പോൾ വന്ന് അവിടെ ഇരിക്കാം. ഓക്കെ, സോ വായിച്ചോ, നിങ്ങളും വായിക്കണം കേട്ടോ, വായിച്ചോ. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കണം. കണ്ടോ? അതായത് നമ്മൾ ആരെങ്കിലും നമുക്കെതിരെ തിന്മ പറഞ്ഞാൽ, നീ നശിച്ചു പോകും എന്ന് പറഞ്ഞാൽ, ഞാൻ നശിക്കുന്നതിന് മുമ്പേ നീ നശിച്ചു പോകും എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ നിങ്ങളിപ്പോൾ എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ന്യൂയോർക്കോ ന്യൂജേഴ്സിയോ വോട്ടവോ എനിക്ക് അറിഞ്ഞുകൂടാ എവിടെ നിന്നൊക്കെ വരും. അപ്പോൾ എവിടെ നിന്ന് വന്നാലും നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. ഓരോ സ്ഥലത്തൂടെയും പോകുമ്പോൾ ആ സ്ഥലത്തെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിന് നന്മയുണ്ടാവാൻ ആഗ്രഹിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. ഇവിടെ എന്തെങ്കിലും വെച്ചിരിക്കണം, കണ്ണാടിയോ പേനയോ ബുക്ക് മാർക്കോ എന്തെങ്കിലും ഇവിടെ വെച്ചിട്ട് തിരിച്ചു വരണം ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇങ്ങോട്ട് തിരിച്ചു വരണം. തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് ജെറമിയായിൽ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. നമ്മൾ ജീവിക്കുന്ന സ്ഥലം, നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എടുത്തേ, ജെറമിയ 29, ജെറമിയ ചാപ്റ്റർ 29, ജെറമിയ 29:7. ജെറമിയ 29:7 വായിച്ചേ. ഞാൻ നിങ്ങളെ അടിമകളായി അയച്ചിരിക്കുന്ന നഗരങ്ങളുടെ സമാധാനത്തിനായി യത്നിക്കണം. എന്നോട് വായിച്ചേ. ഞാൻ നിങ്ങളെ അടിമകളായി അയച്ചിരിക്കുന്ന നഗരങ്ങളുടെ സമാധാനത്തിനായി യത്നിക്കണം. അവയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ക്ഷേമം അവയുടെ ക്ഷേമത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇവിടെ നോക്കിയേ. അതായത് നിങ്ങളിവിടെ താമസിക്കുന്നു, എന്തായാലും നാട്ടിലേക്ക് തിരിച്ചു വരാനൊന്നും പോകണില്ലെന്ന് എനിക്കറിയാം അല്ലേ? നാട്ടിലുള്ള വസ്തുവൊക്കെ കാട് പിടിച്ച് കിടക്കുകയല്ലേ ഇല്ലേ? അപ്പോൾ എന്തായാലും അങ്ങോട്ടൊന്നും ഇനി വരാനൊന്നും പോകണില്ല. ഇനി നിങ്ങൾ വരാമെന്ന് തീരുമാനിച്ചാലും നിങ്ങളുടെ പിള്ളേർ വരാൻ പോകണില്ല. മനസ്സിലായോ? അത് പറയുന്നതിന് പ്രവചനപരം ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല. അത് നിങ്ങളിനി ഇതെല്ലാം അവസാനിപ്പിച്ച് അമേരിക്കയിൽ നിന്ന് ട്രംപിന് വെടിയേറ്റുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഫീലിംഗ് ആയി. ഇനിയിപ്പോൾ ഒരു സെക്കൻഡ് പോലും ഇനി ഇവിടെ നിൽക്കുന്നില്ല നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ പിള്ളേർ വരുമെന്ന് വിചാരിക്കേ വേണ്ട. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ജീവിക്കാൻ പോണതും മരിക്കാൻ പോണതും ഒക്കെ ഇവിടാണ് അല്ലേ? അപ്പോൾ എന്നാൽ പിന്നെ ഈ നാട് അഭിവൃദ്ധി പ്രാപിക്കാൻ പ്രാർത്ഥിക്കണം.
ഇന്ത്യ മെച്ചപ്പെടുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവാൻ പോണില്ല. അമേരിക്കയ്ക്ക് നന്മയുണ്ടാവാൻ പ്രാർത്ഥിക്കണം. കാരണം നിങ്ങളുടെ ക്ഷേമം ഈ നാടിൻ്റെ ക്ഷേമത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് നേരം പോക്കായിട്ട് കളയരുത്. അതായത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ജീവിക്കേണ്ട രാജ്യമാണിത്. ഈ രാജ്യത്തിൻ്റെ ഗതി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഗതിയെ സ്വാധീനിക്കും. നാളെ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ തലമുറകളും എന്തായിത്തീരും എന്ന് ഈ രാജ്യമാണ് തീരുമാനിക്കാൻ പോണത്. അതുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇരുന്ന് പ്രാർത്ഥിക്കണം, നന്മ നേരണം, അനുഗ്രഹിക്കണം, ഇതിനകത്തേക്ക് തിന്മ കയറാതിരിക്കാൻ പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ആരെങ്കിലും ഒരാൾ ഇരുന്ന് ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ കരം വെളിപ്പെടും, അവിടെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയാ. അതിനൊരു സംശയം വേണ്ട. ഞാൻ ഈ ഉത്തർപ്രദേശിലെ UP-യിലെ ഗോരഖ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു രൂപതയിൽ അവിടുത്തെ അച്ഛന്മാരെ ധ്യാനിപ്പിക്കുകയായിരുന്നു. അവിടെ ധ്യാനിപ്പിച്ച സമയത്ത് അവിടുത്തെ ഒരച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, UP-യിൽ സുവിശേഷ വേല കാര്യമായിട്ട് നടക്കുന്നില്ല. നടക്കാത്തതിൻ്റെ കാരണം UP-യിൽ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ പോലും പിടിച്ച് ജയിലിലിടും. പറഞ്ഞേ ഹല്ലേലൂയാ. UP-യിൽ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ പോലും പിടിച്ച്, അങ്ങോട്ട് നോക്കണ്ട, നിങ്ങൾ വായിച്ച വചനം തന്നെയാണ്, ഇങ്ങോട്ട് നോക്കി, UP-യിൽ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിലും പിടിച്ച് ജയിലിലിടും. അപ്പോൾ 85 ദിവസമായിട്ടൊരു അച്ഛൻ ജയിലിൽ കിടക്കുകയാണ് ആയിരുന്നു. ഇപ്പോൾ റിലീസായി. അപ്പോൾ അച്ഛനെ ജയിലിലിട്ടേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അച്ഛൻ്റെ ഇടവകയിൽപ്പെട്ട അച്ഛൻ്റെ പള്ളിയിൽ കാറ്റഗിസൊക്കെ പഠിപ്പിക്കുന്ന സാക്രിസ്ത്യനായിട്ടൊക്കെ ജോലി ചെയ്യുന്നൊരു ചേട്ടൻ, ആ ചേട്ടൻ്റെ അളിയൻ എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാർക്ക് മനസ്സിലാവുമോ? അളിയൻ, അപ്പോൾ ആ ചേട്ടൻ്റെ അളിയൻ, അദ്ദേഹം പ്രൊട്ടസ്റ്റൻ്റാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു പ്രയർ നടത്തി. ആ പ്രയർ നടത്തിയതിൻ്റെ പേരിൽ അച്ഛൻ്റെ സാക്രിസ്ത്യൻ്റെ അളിയനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ അച്ഛൻ്റെ സാക്രിസ്ത്യൻ അച്ഛൻ്റെ അടുത്തോട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ അളിയനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞു, വീട്ടിൽ പ്രയർ നടത്തിയതിന്. അപ്പം അച്ഛൻ പറഞ്ഞു, ഓക്കെ ഞാനും അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട്, ഈ അച്ഛൻ അഡ്വക്കേറ്റാണ്. അപ്പോൾ അച്ഛനും അച്ഛൻ്റെ സാക്രിസ്ത്യനും കൂടി പോലീസ് സ്റ്റേഷനിൽ ചെന്നാണ് അവർ രണ്ടുപേരെയും കൂടെ പിടിച്ച് ജയിലിലിട്ടു. 85 ദിവസം കഴിഞ്ഞാണ് പുറത്തു വിടുന്നത്. അപ്പോൾ ഇതാണ്, അപ്പോൾ അവിടെയുള്ള അച്ഛന്മാരെൻ്റെ അടുത്ത് പറയുകയാണ്, ഇതാണ് UP-യിലെ അവസ്ഥ. സുവിശേഷം പ്രസംഗിക്കൊന്നും വേണ്ട, ഒരു പ്രാർത്ഥന നടത്തിയാൽ അവർക്ക് തോന്നുന്ന പോലെ പിടിച്ച് ജയിലിലിടും. തോന്നുന്ന സമയത്ത് വിട്ടില്ലെങ്കിൽ ഇനി ഇതിന് കേസുണ്ട്. കേസൊക്കെ നടത്തി അവസാനം ഒരു പരുവായിട്ട് പാവപ്പെട്ട മനുഷ്യർ പ്രാർത്ഥിക്കാൻ പേടി, ദൈവത്തെ അറിയിക്കാൻ പേടി, സുവിശേഷം പ്രസംഗിക്കാൻ പേടി. ഇപ്പോൾ ഇതാണ് അവസ്ഥ. ഞാൻ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡാനിലച്ചാ, ഇവിടെ ഞായറാഴ്ച ഒരു ചെറിയ കൂട്ടായ്മയുണ്ട്, UP-യിലുള്ള ആളുകളാണ് വരുന്നത്, അവരാരും നമ്മുടെ പള്ളിക്കാരൊന്നുമല്ല, നോൺ ക്രിസ്ത്യൻസാണ്. അച്ഛൻ മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഞാൻ ഹിന്ദി പറയാം, അപ്പോൾ അവർക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് ഒരു ഞായറാഴ്ച ദിവസം ഞാനങ്ങനെ രാവിലെ പള്ളിയിൽ ചെന്ന്, ഞാനൊരു 8-10 പേരെ പ്രതീക്ഷിച്ചുള്ളൂ. ഞാൻ കണ്ട കാഴ്ച, ആ പള്ളി നിറഞ്ഞ് പള്ളിയുടെ പുറത്തും ആൾ നിൽക്കുന്നത് പോലെ അവിടുന്ന് എല്ലാം കുറേ ആളുകൾ സുവിശേഷം കേൾക്കാൻ വേണ്ടി എത്തി. രാവിലെ തൊട്ട് ഉച്ച വരെ പ്രാർത്ഥിച്ച് വചനം പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായി. ദൈവമേ, UP-യിൽ സുവിശേഷം പറഞ്ഞാൽ കേൾക്കാൻ 10,000-കണക്കിന് ആളുകളുണ്ട്, പക്ഷേ പറഞ്ഞാൽ പിടിച്ച് ജയിലിലിടും. അപ്പം ഞാനിത് കണ്ട് നാട്ടിൽ തിരിച്ചു വന്നിട്ട് കണ്ണൂരുകാരൻ ഒരു ലൂയിസ് ചേട്ടനെയും പത്തനാപുരംകാരൻ ഒരു വർഗീസ് ചേട്ടനെയും ഞാൻ UP-യിലേക്ക് പറഞ്ഞു വിട്ടു. രണ്ടുപേരും പാവപ്പെട്ട ചേട്ടന്മാരാണ്. പക്ഷേ ഇവർ രണ്ടുപേർക്കും ദൈവരാജ്യത്തിന് വേണ്ടി ആഗ്രഹമുണ്ട്, ദൈവരാജ്യത്തിന് വേണ്ടി ദാഹമുണ്ട്. അതുകൊണ്ട് ഈ 2 ചേട്ടന്മാരെയും ഒരു 2 മാസത്തേക്ക് UP-ക്ക് പറഞ്ഞു വിട്ടു. അവരോട് പറഞ്ഞു, നിങ്ങളവിടെ ചെന്ന് ഈ അച്ഛൻ്റെ അടുത്ത് ചെന്ന് അച്ഛനെ കണ്ടാൽ മതി, അച്ഛൻ നിങ്ങൾക്ക് കുർബാന എഴുന്നള്ളിച്ച് വെച്ച് തരും, നിങ്ങൾ അവിടെ ഇരുന്ന് UP-ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 2 മാസം ഈ ചേട്ടന്മാർ ഉത്തർപ്രദേശിന് വേണ്ടി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച ദിവസങ്ങളിലാണ് UP-യിലെ ഇലക്ഷൻ നടക്കുന്നത്. ഇലക്ഷനിൽ വലിയ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവുകയും കർത്താവിൻ്റെ ആത്മാവ് അവിടെ ഈ സുവിശേഷ വേലയ്ക്കൊക്കെ തടസ്സം ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു മനുഷ്യനുണ്ട്, ഒരു ഭരണാധികാരി, പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ ഭരണാധികാരിയെ ഇപ്പം UP-യിലെ രാഷ്ട്രീയ സ്ഥിതി നിങ്ങൾ ഇന്ത്യയിലെ സാഹചര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അയാൾക്കെതിരെ അയാളുടെ പാർട്ടി തന്നെ പടയൊരുക്കം,
അസ്വസ്ഥതകൾ, പ്രശ്നങ്ങൾ. അങ്ങനെ യു പിയിലെ അയാളുടെ ആ ഭരണാധികാരിയുടെ ഏകാധിപത്യത്തിൻ്റെ നട്ടല്ലൊടിക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചു. അവിടെ BJP പാർട്ടിക്ക് ഒരു വലിയ പരാജയം യു പിയിലുണ്ടായി കഴിഞ്ഞ ഇലക്ഷനിൽ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചു ചോദിക്കും, ഇതിപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടാണോ? എനിക്ക് യു പിക്ക് വേണ്ടി പ്രാർത്ഥിച്ച വേറെ ആരെയും അറിഞ്ഞുകൂടാ. മനസ്സിലായ? യു പിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയാം. വേറെ ആരെങ്കിലും പ്രാർത്ഥിച്ചെങ്കിൽ ഇതിൻ്റെ ക്രെഡിറ്റ് അവർക്കൂടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. തൽക്കാലം അറിയാത്ത കാലത്തോളം ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ഞാൻ എടുക്കുകയാണ്. അതായത് ഇത് ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് സംഭവിച്ചത്. പറഞ്ഞേ ഹല്ലേലൂയ. അത് വേറെ ആരെങ്കിലും യു പിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ടെങ്കിൽ അവരെനിക്ക് ഇമെയിൽ അയച്ചാൽ മതി, കുറച്ച് ക്രെഡിറ്റ് അവർക്കൂടെ ഞാൻ തന്നേക്കാം. തൽക്കാലം അങ്ങനെ ആരെയും കാണാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതെന്നറിയാം, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവം പ്രവർത്തിക്കും. ദേശത്തിന് വേണ്ടി യു പിയിൽ ഈ ചേട്ടന്മാർ പോയിരുന്ന് രാവും പകലും ദൈവത്തെ ആരാധിച്ചപ്പോൾ അവിടെ ഭരണകൂടത്തെ ദൈവം ചലിപ്പിച്ചു. അവിടെ ദൈവം അതിനെ ഇളക്കി. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിരന്തരമായിട്ട് ഓർമ്മിപ്പിക്കുന്നു, ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാതിരിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ദിവസം പോലും ഈ രാജ്യത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാതെ നിങ്ങൾ ഉറങ്ങാൻ പോകരുത്. കാരണം നിങ്ങളുടെ ഭാവി ഈ രാജ്യത്തിൻ്റെ ഭാവിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ക്ഷേമം അവയുടെ ക്ഷേമത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇനി ഒരടയാളം വെക്കാൻ പറഞ്ഞായിരുന്നു വേറെ എവിടെയോ. എവിടെ അത്? 1 പത്രോസ് 3:9. തിരിച്ചു വാ. 1 Peter chapter 3 verse 9 വായിക്കാം. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കണം. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങനെ ഒരു ബുക്കുണ്ട്. ബുക്കിൻ്റെ ടൈറ്റിൽ ഇതാണ്, ദ ജെന്റിൽ ആർട്ട് ഓഫ് ബ്ലെസ്സിങ്. ദ ജെന്റിൽ ആർട്ട് ഓഫ് ബ്ലെസ്സിങ്. അതായത് എല്ലാവരെയും അനുഗ്രഹിക്കുക. ആരെ കണ്ടാലും എന്ത് ചെയ്യുക? അനുഗ്രഹിക്കുക. മനസ്സിലായി? പട്ടിയും പൂച്ചയും വരെ അനുഗ്രഹിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് എല്ലാവരെയും അനുഗ്രഹിക്കുക, ആരെ കണ്ടാലും. അപ്പോൾ നമ്മൾ എതിരെ ഒരാൾ വരുന്നു, അപ്പോൾ വെളിയിലൊന്നും പറഞ്ഞിനി അയാൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കണ്ട. ഉള്ളിൽ ദൈവമേ ഇയാളെ ഞാൻ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇങ്ങനെ അനുഗ്രഹിച്ചാൽ കാര്യങ്ങൾക്ക് വലിയ വ്യത്യാസം വരും. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കണം. അടുത്ത വാക്യം, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ഇവിടെ നോക്കിയേ, നമ്മൾ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ ഇത് ബൂമറാങ് പോലാണ്. ബൂമറാങ് എന്താണെന്നറിയോ? ഹലോ, ബൂമറാങ് എന്താണെന്നറിയോ? എന്താ അത്? അതൊരു വെപ്പണാണ്. അതിങ്ങനെ എറിഞ്ഞാൽ എല്ലാവരും എറിഞ്ഞാൽ തിരിച്ചു വരില്ല. ഞാനൊക്കെ എറിഞ്ഞാൽ സാധനം പോയി എന്ന് കൂട്ടിയാൽ മതി. അതറിയാവുന്നവൻ അത് എറിഞ്ഞാൽ അതവൻ്റെ കയ്യിൽ തിരിച്ചു വരും എന്ന് പറഞ്ഞ പോലാണ് ഈ ബ്ലെസ്സിങ്. നമ്മൾ ഒരാളെ അനുഗ്രഹിച്ചാൽ ഈ അനുഗ്രഹം അയാൾക്കും കിട്ടും, അതിൻ്റെ ഇരട്ടി അനുഗ്രഹം നമുക്കും കിട്ടും. നമ്മൾ ആരെ അനുഗ്രഹിച്ചാലും നമുക്ക് അനുഗ്രഹം തിരിച്ചു കിട്ടും. അതാണ് പറയുന്നത്, തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കണം. അപ്പോൾ അനുഗ്രഹം നിങ്ങളുടെ അവകാശമായിട്ട് മാറും. എന്നോട് വായിച്ചത്, തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. അപ്പോൾ അനുഗ്രഹം, ബ്ലെസ്സിങ് ഈസ് അവർ ബർത്ത് റൈറ്റ്. അനുഗ്രഹം നമ്മുടെ അവകാശമാണ്. അത് ആ അവകാശമാക്കാൻ വേണ്ടി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്ത വാക്യം, ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നെങ്കിൽ തിന്മയിൽ നിന്ന് നിന്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് നിന്റെ അധരങ്ങളെയും നിയന്ത്രിക്കട്ടെ. ഒന്നുകൂടെ വായിച്ചേ, ഒന്നുകൂടെ മനസ്സിലാവുന്ന പോലെ വായിച്ചേ. ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും. പറഞ്ഞേ ഹല്ലേലൂയ. ആണോ? ജീവിതത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് അധരത്തെയും നിയന്ത്രിക്കണം. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് ചെയ്യുമോ? അതായത് ഇങ്ങനെ വീട്ടിലോട്ട് ചെന്ന് കഴിയുമ്പോൾ കെട്ടിയവനോട് നല്ല 2 വർത്താനം പറയാനായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് കയറി ഇങ്ങനെ വരും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം?
നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കണം. അപ്പം ഭർത്താവിന് തന്നെ ഒരു ഷോക്കായിരിക്കും, എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ പുള്ളി പറയും, ഞാനും വരുന്നു ഡാനിയലച്ഛൻ്റെ ധ്യാനം കൂടാൻ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതായത് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നാളും എന്നോട് ഞാൻ ഓസ്ട്രേലിയയിൽ ഒരു ധ്യാനം നടത്തി കഴിഞ്ഞ മാസം. അന്നേരം അവസാനത്തെ ദിവസം ഒരു ചേട്ടൻ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ നിന്നിട്ട്, ഞാനിവിടെ പുറകെ നിൽക്കുകയാണ്, ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് പറഞ്ഞ്, ഞാൻ അച്ഛനെ ഒരുപാട് ചീത്ത വിളിച്ചിട്ടുള്ളതാണ് എന്ന്. ഞാൻ പറഞ്ഞു, ചീത്ത വിളിച്ചിട്ടുള്ളതാണെങ്കിൽ തന്നെ അതിങ്ങനെ പരസ്യമായിട്ട് പറയാൻ പാടുണ്ടോ? അപ്പോൾ ചീത്ത വിളിച്ചിട്ടുള്ള എന്തിനാന്ന് വെച്ചാൽ, ഭാര്യ ഇരുന്ന് എൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഈ ചേട്ടൻ എന്നെ കാണുമ്പോൾ തന്നെ കലിയാണ്. മനസ്സിലായി? അങ്ങനെ ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തിൽ അനേകം ഭർത്താക്കന്മാരുടെ ശത്രുവാണ് ഞാൻ. അതെ, അതിൻ്റെ ഒറ്റ കാരണം നിങ്ങളാണ്. അപ്പോൾ എന്തുമാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഈ ഭർത്താവിനെ അങ്ങനെ തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ ഭർത്താവിനൊരു മാറ്റം വരും. എന്നോട് ഹൈദരാബാദിൽ നിന്ന് ഒരു സഹോദരി മൗണ്ട് കാർമലിൽ വന്ന് ധ്യാനം കൂടിയിട്ട് പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ഇത് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ ഒരു നന്ദികേടായിപ്പോവും എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭർത്താവിൻ്റെ അമ്മയോട് എനിക്ക് ഭയങ്കര വൈരാഗ്യമായിരുന്നു. ഭർത്താവിൻ്റെ അമ്മയെ അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഒരിക്കൽ ഭർത്താവിൻ്റെ അമ്മ വീട്ടിൽ വന്ന് കുറച്ച് കാലം നിന്നു, ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയെ വിഷമിപ്പിച്ച് വിട്ടു, ഭർത്താവിൻ്റെ അമ്മയെ വിഷമിപ്പിച്ച് വിട്ടു. ഭർത്താവിന് അതിനെക്കുറിച്ച് പ്രയാസമുണ്ട്. ഈ ഭർത്താക്കന്മാരുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഈ ചെകുത്താനും കടലിനും ഇടയ്ക്കാണ്. ചെകുത്താൻ ആരാണ്, കടൽ ആരാണെന്നൊക്കെ മനസ്സിലായല്ലോ. അമ്മയും കളയാൻ വയ്യ, ഭാര്യയും കളയാൻ വയ്യ. രണ്ടും സ്ത്രീ ആയതുകൊണ്ട്, ദൈവമേ ഫെമിനിസം, ഓക്കെ, രണ്ടും സ്ത്രീ ആയതുകൊണ്ട് ആക്രമണം വളരെ മൂർച്ചയേറിയതാണ്. അതുകൊണ്ട് ഈ കെട്ടിയോൻ ആകെ വിഷമിച്ച്, ഭാര്യയും വയ്യ, കളയാൻ വയ്യ, അമ്മയും കളയാൻ വയ്യ. ഏതായാലും അദ്ദേഹം ഇങ്ങനെ വിഷമിച്ചിരുന്ന് ഈ അമ്മച്ചി സാഹചര്യം മനസ്സിലാക്കി അവിടെ നിന്ന് പോയി, വേറൊരു സ്ഥലത്തേക്ക് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് ഈ സംഭവം പറയുന്ന സഹോദരിയുടെ സിസ്റ്റർ, ചേച്ചി, എപ്പോഴും ഡാനിയലച്ഛൻ്റെ വീഡിയോ അയച്ചു കൊടുക്കുമായിരുന്നു. നീ ഇതൊന്ന് കാണടി എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് അവരൊരിക്കലും കാണത്തില്ലായിരുന്നു. മനസ്സിലായി? ഡാനിയലച്ഛനെ അവർക്ക് ഇഷ്ടമില്ലായിരുന്നു. ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അവർ ചേച്ചി ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ തള്ളിക്കളയും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു ആകെ ടെൻഷനായിട്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഈ ചേച്ചി വീണ്ടും മൗണ്ട് കാർമലിൽ നിന്നുള്ള സെക്കൻഡ് സാറ്റർഡേയുടെ ലൈവ് അയച്ചു കൊടുത്തപ്പോൾ അവർ വളരെ വിഷമിച്ചിരിക്കുകയായതുകൊണ്ട് ഈ പ്രാന്തൻ എന്നാ പറയുന്നതെന്ന് കേൾക്കാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവരിരുന്ന് ആ ലൈവ് ശുശ്രൂഷ കൂടി, ടോക്കും ആരാധനയെല്ലാം കൂടിക്കഴിഞ്ഞപ്പോൾ ആ സഹോദരിയുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് അമ്മയോടുള്ള വെറുപ്പ് പരിപൂർണമായും എടുത്തു മാറ്റി. അമ്മയോടുള്ള വെറുപ്പ്, ഹല്ലേലൂയ. അപ്പോൾ ഈ സഹോദരി വന്ന്, അപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് സ്വിച്ച് ഇട്ട പോലെ അങ്ങനെ പോവും കേട്ടോ, അങ്ങനെ പോവും. ഞാൻ എറണാകുളത്ത് കാക്കനാടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ശുശ്രൂഷ നടത്തുമ്പോൾ ഒരമ്മച്ചി, ഒരു 75-80 വയസ്സൊക്കെ കാണാം അമ്മച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു സാക്ഷ്യം എഴുതി വെച്ചിട്ടുണ്ട്, വായിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ തന്നു അമ്മച്ചി. ഞാനത് വായിച്ചു നോക്കുമ്പോൾ ഉണ്ടല്ലോ, അമ്മച്ചി പറയാണ്, എൻ്റെ ഭർത്താവും ഞാനും വർഷങ്ങളായി 2 മുറിയിലാണ് കിടക്കുന്നത്. എഴുതി കാണും, എൻ്റെ ഭർത്താവിനോട് എനിക്ക് ഭയങ്കര വൈരാഗ്യമാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് 2 മുറിയിലാണ് കിടക്കുന്നത്. എന്ത് മാജിക്കാണെന്ന് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കാക്കനാട് ധ്യാനത്തിന് വന്ന് അച്ഛൻ കടന്ന് ഇടയ്ക്കിടയ്ക്ക് അലറുകയാണ്, യേശുവേ 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 എന്ന് വിളിക്കാൻ കടന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ അച്ഛൻ നിർബന്ധിക്കുകയല്ലേ എന്ന് ഓർത്തിട്ട് ഞാനും യേശുവേ എന്ന് വിളിച്ചു. അമ്മച്ചി പറയാണ്, എൻ്റെ അകത്തുനിന്ന് ഒരു കറുത്ത സാധനം ഇറങ്ങിപ്പോയി. അമ്മച്ചി പറയണേ, ഇന്നത്തെ എഴുതി വെച്ചിരിക്കുകയാണ്, എൻ്റെ അകത്തുനിന്ന് ഒരു കറുത്ത സാധനം ഇറങ്ങിപ്പോയി. ഇതെന്ത് സാധനമാണോ എൻ്റെ അകത്തുനിന്ന് ഇറങ്ങിപ്പോയെന്ന് ഞാൻ ആകുലപ്പെട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പച്ചനോട് എനിക്ക് ഭയങ്കര സ്നേഹം. അപ്പച്ചനോട് ഭയങ്കര സ്നേഹം. ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, നമ്മൾ 2 മുറിയിലാണോ കിടക്കേണ്ടത്? അല്ല, ഒരു മുറി. മനസ്സിലായി? അന്ന് മുതൽ ഇതിങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് വിട്ടുപോകും ഈ സാധനം, ഈ വെറുപ്പിൻ്റെ പിശാച്. അപ്പോൾ അതുകൊണ്ട് എനിക്കതിനകത്ത് സംശയമില്ല. ഈ ചേച്ചി പറയുകയാണ്, അന്നത്തെ ലൈവ് ശുശ്രൂഷ കഴിയുന്നതോടുകൂടി ഇവരുടെ വെറുപ്പ് പരിപൂർണമായി പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റി. അത് കഴിയുമ്പോൾ അമ്മയോടൊരു സ്നേഹം വരാൻ തുടങ്ങി.
അപ്പോൾ ഭർത്താവ് പിറ്റേ ദിവസം പറഞ്ഞു, പിന്നെ എടി ഞാൻ അമ്മയെ കാണാൻ വേണ്ടി ഒന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞു, ചേട്ടാ അമ്മയെ കാണാൻ ഞാനിവിടെ വരിക എന്ന് പറഞ്ഞു. എന്ത്? വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ അവിടെ വന്ന് വഴക്കുണ്ടാക്കാൻ വരുവാണ് അമ്മയോട്? ഇല്ലില്ല, എനിക്ക് അമ്മ വീട്ടിൽ നിന്ന് പോയതിൻ്റെ സങ്കടം എൻ്റെ ഉള്ളിൽ നിന്ന് മാറുന്നില്ല. എനിക്ക് അമ്മയോട് മാപ്പ് ചോദിക്കണം, എനിക്ക് അമ്മയോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ചെന്ന് അമ്മയെ കണ്ട് സംസാരിച്ച് മാപ്പൊക്കെ പറഞ്ഞ് ആ സഹോദരി തിരുവനന്തപുരത്ത് വന്ന് ധ്യാനം കൂടി ഇതെന്നോട് പറഞ്ഞിട്ട് പോകുമ്പോൾ എന്നോട് പറയുകയാണ്, അച്ഛാ സംഭവിച്ച വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് എൻ്റെ ഭർത്താവ് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കത്തില്ലായിരുന്നു. എന്നാൽ ഞാൻ ഈ അമ്മയോട് ക്ഷമിച്ച് അമ്മായിയമ്മയോട് ക്ഷമിച്ച് മാപ്പ് ചോദിച്ചത് പിന്നെ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ ഭർത്താവാണ് വിളിക്കുന്നത്, വാ വാ നമുക്ക് പ്രാർത്ഥിക്കാം, വാ വാ. വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക് കുരിശ് വരയ്ക്കാൻ എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് വർഷങ്ങൾക്ക് ശേഷം ഇരിക്കാൻ തുടങ്ങി. വ്യത്യാസം കണ്ടോ? അതായത് ഹല്ലേലൂയ, അതായത് വചനം കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു വ്യത്യാസം വന്നു കഴിയുമ്പോഴാണ് മനുഷ്യർക്ക് ഈ വചനത്തോട് താല്പര്യം ഉണ്ടാവുന്നത്. ഒരുപാട് പേര് ഈ കരിസ്മാറ്റിക് ശുശ്രൂഷകളെയും ധ്യാനത്തെയൊക്കെ വെറുത്തത് എന്തുകൊണ്ടാണ്? പറ. നമ്മുടെ കയ്യിരിപ്പ് കൊണ്ടാണ്. എന്താണ്? നമ്മുടെ കയ്യിരിപ്പ് കൊണ്ടാണ്. നമ്മൾ ഈ വചനം എല്ലാം കേട്ടിട്ട് പിന്നെയും ചെന്നിട്ട് മഹാതരികട സ്വഭാവം കാണിക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും ഇതിനകത്തുനിന്ന് ഇതൊക്കെ വെറുതെ തട്ടിപ്പാണ്. ഇങ്ങനെ രാവിലെ കെട്ടി കിടക്ക എടുത്ത് വെളുപ്പാങ്കാലത്ത് ധ്യാനവും പ്രാർത്ഥനയും എന്നൊക്കെ സ്തോത്രമൊക്കെ പറഞ്ഞ് ഇറങ്ങി നടന്നിട്ട് സ്വഭാവത്തിൽ ഒരു തരി വ്യത്യാസമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ആളുകൾ ദൈവത്തെ വെറുക്കും. വിജാതീയരുടെ ഇടയിൽ ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടാൻ ഇടയാവും. പ്രാർത്ഥനക്കാരനെ വിശ്വസിക്കരുതെന്ന് നാട്ടുകാർ പറഞ്ഞു തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് വചനം പറയുകയാണ്, ജീവിതം ആഗ്രഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നെങ്കിൽ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് നിന്റെ അധരത്തെയും സൂക്ഷിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് നല്ല കാര്യങ്ങൾ എഫേസോസ് ലേഖനം എടുത്തേ, എഫേസോസ് ലേഖനം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ നാവിനെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കാൻ പ്രാർത്ഥിക്കുകയാണ്. എഫേസോസ് ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായം 29 മുതലുള്ള വാക്യങ്ങൾ. എഫേഷ്യൻസ് 4:29 വായിക്കാം. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. എന്നോട് വായിച്ചേ. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. അടുത്ത വാക്യം. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കണം. അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കണം. നല്ല കാര്യങ്ങൾ പറയണം. ഹലോ, എടുത്തോ? അപ്പോൾ നല്ല കാര്യങ്ങൾ പറയണം. അങ്ങനെ ഒരു മനുഷ്യൻ ഈ കാഞ്ചിയാർ, കട്ടപ്പനയിൽ കാഞ്ചിയാറുള്ള ഒരു മനുഷ്യൻ, അവന് അമ്മയ്ക്ക് എങ്ങനെയോ ഒരു തെറ്റായ ബന്ധത്തിലുണ്ടായ കുട്ടിയാണിത്, ജാരസന്തതി. അപ്പോൾ തന്തയില്ലാത്തവൻ എന്ന പേര് കേട്ടാണ് ചെറുപ്പം മുതലേ ഇവൻ വളർന്നത്. കുറച്ച് പ്രായമായി കഴിഞ്ഞപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരുടെ കൂടെ പോയി റബ്ബർ ഷീറ്റും അടയ്ക്കായും തേങ്ങായും ഒക്കെ മോഷ്ടിക്കാൻ തുടങ്ങി. അപ്പോൾ അവന് തന്തയില്ലാത്തവൻ എന്ന പേരിൻ്റെ കൂടെ കള്ളൻ എന്ന പേരൂടെ കിട്ടി. കള്ളൻ, തന്തയില്ലാത്തവൻ, ഈ പേര് കേട്ടാണ് ഇവൻ വളരുന്നത്. അങ്ങനെ വളർന്നു. പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ വീട്ടിൽ പ്രശ്നം മൂർച്ഛിച്ചപ്പോൾ വീട്ടുകാർ പ്രശ്നമായ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കവലയിൽ പോയി ജീവിക്കാൻ തുടങ്ങി. കവലയിലുള്ള ആളുകൾ കള്ളും കഞ്ചാവും കൊടുത്ത് സ്വീകരിച്ചു. അങ്ങനെ കവലയിൽ വളരാൻ തുടങ്ങി. അങ്ങനെ അത്യാവശ്യം തരികിട പരിപാടികളൊക്കെ ആയിട്ട് അവനിങ്ങനെ വളർന്നു വന്നു. ഇപ്പോൾ ഒരു സമയത്ത് അമ്മയെ വാക്കത്തി കൊണ്ട് വെട്ടിക്കൊല്ലാൻ നോക്കി, കഞ്ചാവിൻ്റെ ലഹരിയിൽ. അങ്ങനെ അമ്മ വീട് വിട്ടിറങ്ങിപ്പോയി. കല്യാണം കഴിപ്പിച്ചാൽ ശരിയാവുമെന്ന് വിചാരിച്ച് കല്യാണം കഴിപ്പിച്ചു. ഭാര്യ ഏക മകനെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒടുവിൽ തെരുവിൽ താമസമായി, വെയിറ്റിംഗ് ഷെഡിൽ താമസമായി. കള്ളിനും കഞ്ചാവിനും അടിമയായിട്ട് ജീവിക്കുന്ന കാലത്ത്
ഏലിക്കുട്ടി എന്ന് പറയുന്ന ഒരു അമ്മയുടെ വീട്ടിൽ വിറക് വെട്ടിക്കയറി കൊടുക്കാൻ പോകുമായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ വിറക് വെട്ടി കൊടുക്കുമ്പോൾ ആ അമ്മ ചോറ് കൊടുക്കും, പിന്നെ വൈകുന്നേരം കുറച്ച് പൈസയും കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് കഞ്ചാവ് വാങ്ങിച്ച് വലിച്ച് ബോധമില്ലാതെ ഈ വെയിറ്റിംഗ് ഷെഡിൽ പോയി കിടക്കും. അപ്പോൾ ഓരോ തവണ ഈ ഏലിക്കുട്ടി ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് വിറക് വെട്ടിക്കീറി കൊടുത്തിട്ട് ഉച്ചയ്ക്ക് ഈ ചേച്ചി ഭക്ഷണം കൊടുക്കുമ്പോൾ, ഇവൻ്റെ പേര് രാജൻ എന്നാണ്, ഈ രാജൻ ആഹാരം കഴിക്കാൻ വേണ്ടി അവിടെ ആ വീടിൻ്റെ വരാന്തയിൽ ഇരിക്കുമ്പോൾ ഈ അമ്മ ആ സൈഡിൽ ഇങ്ങനെ മാറിയിരുന്ന് ഇവനോട് പറയും, രാജാ പോട്ടെ പോ, പനക്കലച്ചനെ കാണ്, കർത്താവ് നിന്നെ രക്ഷിക്കും. ഈ രാജൻ ഹിന്ദുവാണ്, അവൻ ക്രിസ്ത്യാനിയല്ല. പക്ഷേ ഈ ഏലിക്കുട്ടി ചേച്ചി ഈ വിറക് വെട്ടിക്കീറി മടുത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജനോട് എല്ലാ ദിവസവും നാഴികയ്ക്ക് 40 വട്ടം പറയും, മോനെ രാജാ, ഇങ്ങനെ ജീവിക്കരുത്, പോട്ടെ പോ, പനക്കലച്ചനെ കാണ്, ഈശോ നിന്നെ രക്ഷിക്കും. ഒരിക്കൽ കാഞ്ചിയാർ കവലയിലെ വെയിറ്റിംഗ് ഷെഡിൽ ബോധമില്ലാതെ കിടന്ന് ഒരു ദിവസം നട്ടുച്ചയ്ക്ക് എഴുന്നേറ്റ് അവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ചെറുപ്പക്കാരന് തോന്നി, രക്ഷപ്പെടണം, നന്നാവണം, ഇങ്ങനെ നശിക്കരുത്, ഇപ്പം ആരുമില്ലാതായി. അന്ന് രക്ഷപ്പെടണമെന്ന ചിന്ത ജീവിതത്തിൽ ആദ്യമായി കടന്നു വന്നപ്പോൾ മനസ്സിലേക്ക് വന്നത് വിറക് വെട്ടിക്കീറി കൊടുക്കാൻ പോകുന്ന വീട്ടിലെ ഏലിക്കുട്ടി ചേച്ചി പറഞ്ഞ വാക്കുകളാണ്, രാജാ ഇങ്ങനെ നശിക്കരുത്, പോട്ടെ പോ, പനക്കലച്ചനെ കാണ്, കർത്താവ് രക്ഷിക്കും. ഈ പോട്ടെ എവിടാന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ഡിവൈനിലേക്ക് ആളുകളെ ധ്യാനത്തിന് കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ അങ്ങനെ രാജൻ പോട്ടെ പോയി. ഈ ബസ്സിനാണ് പോകുന്നത്, കീറ്റ തുണിയാണ് ഉടുത്തിരിക്കുന്നത്, മുഷിഞ്ഞെന്നാറുന്ന വസ്ത്രമാണ്, സീറ്റിൽ ആരും ഇരുത്തിയില്ല. അതുകൊണ്ട് ബസ്സിൻ്റെ ചവിട്ടുപടിയിലിരുന്നാണ് ഡിവൈനിലെത്തുന്നത്. അവിടെ ചെല്ലുമ്പോൾ മാറി ഉടുക്കാൻ തുണിയില്ല, നാറുന്ന തുണിയുമായി ആളുകളൊക്കെ ഇരിക്കുന്നതിൻ്റെ അടുത്തുനിന്ന് മാറി ഒരു മൂലയ്ക്കിരുന്ന് വചനം കേൾക്കുമ്പോൾ പനക്കലച്ചൻ വചനം പറയുന്നു, മദ്യപാനി കീറത്തുണി ഉടുക്കേണ്ടി വരും. രാജൻ പറഞ്ഞിട്ടുണ്ട്, മദ്യപാനി കീറത്തുണി ഉടുക്കേണ്ടി വരുമെന്ന വചനം ഞാൻ കേട്ടത് കീറത്തുണി ഉടുത്തുകൊണ്ടാണ്. അങ്ങനെ അവിടെ ഇരുന്ന് വചനം കേട്ടു. 1 ധ്യാനം കൂടി, 2 ധ്യാനം കൂടി, 3 ധ്യാനം കൂടി. അത് കഴിഞ്ഞ് അവിടെ തന്നെ മാമോദീസ സ്വീകരിച്ചു, തോമസ് എന്ന പേര് സ്വീകരിച്ചു, ഡിവൈൻ ബൈബിൾ കോളേജിൽ ബൈബിൾ പഠിച്ചു. ഇന്ന് രാജൻ കാഞ്ചിയാർ എന്ന സുവിശേഷകനാണ്. രാജൻ എന്ന കഞ്ചാവിനടിമയായ ചെറുപ്പക്കാരനെ രാജൻ എന്ന സുവിശേഷകനാക്കി മാറ്റിയത് ഒരമ്മ സന്ദർഭമനുസരിച്ച് പറഞ്ഞ നല്ല വാക്കുകളാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായ? ഒരമ്മ സന്ദർഭമനുസരിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതാണ് പറയുന്നത്, വചനം പറയുകയാണ്, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച്. ഇങ്ങനെ നല്ല കാര്യങ്ങൾ സംസാരിക്കാതെ, ലിസൺ, നല്ല കാര്യങ്ങൾ സംസാരിക്കാതെ, കേൾക്കുന്നുണ്ടോ? യെസ്, നമ്മുടെ സെക്കൻഡ് സെക്ടറിലെ സഹോദരങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? വെരി ഗുഡ്. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ? നിങ്ങൾ 3rd സെക്ടറാണ്, ഇവരാണ് 2nd സെക്ടർ. ഓക്കെ ശരി. അപ്പോൾ ഇങ്ങോട്ട് നോക്കി, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി നല്ല കാര്യങ്ങൾ സന്ദർഭം അനുസരിച്ച് സംസാരിക്കണം. ഇങ്ങോട്ട് നോക്കി, ലിസൺ. സംസാരിച്ചില്ലെങ്കിൽ, അങ്ങനെ നല്ല കാര്യങ്ങൾ സംസാരിക്കാതെ നമ്മൾ മോശപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചാൽ എന്ത് സംഭവിക്കും? വചനം പറയുകയാണ്, അത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതാണ്. അടുത്ത വാക്യം വായിച്ചേ. രക്ഷയുടെ ദിനത്തിലേക്ക് നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന പാപമാണ് മോശപ്പെട്ട സംസാരം. ഇപ്പം അശ്ലീലമൊന്നും ആരും സംസാരിക്കുന്നുണ്ടാവില്ല, പക്ഷേ ആളുകളെ വളർത്താത്ത, തളർത്തുന്ന, മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയും, ഹേർട്ട് ചെയ്യും, അല്ലേ? ഞാനും പോൾസൻ ചേട്ടനും കൂടെ ഒരുപാട് ദൂരെ എവിടെയോ ധ്യാനം കഴിഞ്ഞ്, അന്ന് ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന കാലമാണ്, എവിടെയോ ധ്യാനം കഴിഞ്ഞ് രാത്രി ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. കോളേജിൻ്റെ ഹോസ്റ്റലിലേക്ക് വന്ന് കയറുമ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, നാക്കിട്ടടിച്ചിട്ട് തിരിച്ച് വന്നോന്ന് ചോദിച്ചു.
നാക്കിട്ടടിച്ചിട്ട് തിരിച്ചു വന്നതെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ചില ആളുകൾ അങ്ങനെയാണ്, അവർക്ക് എപ്പോഴും ഇങ്ങനെ ഹേർട്ട് ചെയ്യുന്ന, വൂണ്ട് ചെയ്യുന്ന സംസാരം പറയാനേ അറിയൂ. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാവും ചിലപ്പം. അതായത് മുറിപ്പെടുത്തുന്ന വാക്കുകളെ പറയത്തുള്ളൂ. വൂണ്ട് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ആളുകളെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയരുത്. നമുക്കറിയില്ല മനുഷ്യനെ അത് എന്തുമാത്രം ഹേർട്ട് ചെയ്യുമെന്ന്. ഇന്നത്തെ കാലത്ത് മനുഷ്യൻ ഭയങ്കര സെൻസിറ്റീവാണ്, തൊട്ടാവാടിയാണ്. പണ്ടത്തെ പോലല്ല. പണ്ടൊക്കെ കാണ്ടാമൃഗം, ഇപ്പോൾ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കാണ്ടാമൃഗം പോലെയാണ്. എന്നാ പറഞ്ഞാലും അല്ല, ഭയങ്കര വിഷമം. അതായത് ചില ആളുകളുണ്ട്, അവർക്ക് എന്ത് പറഞ്ഞാലും അവരെയൊന്നും അതൊന്നും ബാധിക്കത്തേയില്ല. ചില ആളുകൾ വളരെ സെൻസിറ്റീവാണ്. ഇന്നത്തെ പിള്ളേരൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ്. കളിയാക്കാൻ പോലും പറ്റില്ല, ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ വർഷങ്ങളൊക്കെ ചിലപ്പോൾ പിണങ്ങി നടന്നു കളയും. തമാശ പറഞ്ഞാൽ പോലും ചിലപ്പോൾ മുറിവേൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ മനുഷ്യരെ മുറിവേൽപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പറയുകയാണ്, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അടുത്ത വാക്യം എങ്ങനെയാണ് വേദനിപ്പിക്കാതിരിക്കേണ്ടത്? സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കണം. കണ്ടോ, ഇതെല്ലാം നാവിൻ്റെ തിന്മകളാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചേ. എന്തൊക്കെയാണത്? സകല വിദ്വേഷം, ക്ഷോഭം, ക്രോധം, അട്ടഹാസം, ദൂഷണം. കണ്ടോ, ഇതെല്ലാം നാവിൻ്റെ ദുരുപയോഗമാണ്. നാവിൻ്റെ. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ജെറമിയ 15:19. ജെറമായ 15:19. ജെറമിയ 15:19. ഈ ജനത്തിന് മുൻപിൽ തൊട്ട് വായിച്ചേ. കർത്താവ് അരുളി ചെയ്യുന്നു. ജെറമിയ 15:19. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? അപ്പോൾ നോക്കി വായിച്ചോ, സ്ക്രീനിൽ നോക്കി വായിച്ചോ. കർത്താവ് അരുളി ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കാം, വിലകെട്ടവ പറയാതെ. എന്നോട് വായിച്ചേ. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. കണ്ടോ, വിലകെട്ടവ പറയാതെ. ഇത് കാണാതെ പഠിക്കണേ. നാളെ ചോദിക്കും. ഇത് എളുപ്പമല്ലേ? ജെറമിയ 15:19. ഞാൻ പറഞ്ഞു തരാം, ആവർത്തിക്കുക. വിലകെട്ടവ പറയാതെ. ഞാൻ പറഞ്ഞു തരാം, റിപ്പീറ്റ് ആഫ്റ്റർ മീ. വിലകെട്ടവ പറയാതെ. എല്ലാവരും വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. ഒന്നുകൂടെ പറയാം. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അങ്ങനെ ചെയ്താലുള്ള അഡ്വാൻറ്റേജ്, നമ്മൾ ഒരാളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് നടക്കും. നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ, നമ്മുടെ നാവിനെ ഈ മോശപ്പെട്ട കാര്യങ്ങൾ പറയാതെ സൂക്ഷിച്ചാൽ, നമ്മൾ ഇപ്പം നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞുങ്ങൾ, അവർ വിഷമിച്ച് ഒരു കാര്യത്തിന് വരികയാണ്, അമ്മ എനിക്ക് ഈ പരീക്ഷ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ഇൻ്റർവ്യൂ പാടാണ്, എനിക്കിന്ന് ഓഫീസിൽ ഭയങ്കര ഒരു ടെൻഷനുണ്ട്. അപ്പോൾ അമ്മ പറയുകയാണ്, വിഷമിക്കണ്ട, അത് ശരിയാവും എന്ന് പറഞ്ഞാൽ അത് ശരിയാവും. ഈ നാവിനെ, നമുക്കൊരു ദൈവ പൈതലിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഈ അനുഗ്രഹത്തിൻ്റെ നാവ്. പറഞ്ഞാൽ മനസ്സിലായോ? ചില ആളുകൾ നാക്ക് വളച്ച അപ്പം തന്നെ ആളുകൾ പടഞ്ഞു മരിക്കും. മനസ്സിലായോ? അപ്പോൾ അത് നമുക്ക് വലിയ ദ്രോഹമാണത്. മനുഷ്യരെ പടുത്തുയർത്താൻ പറ്റണം. ആരെങ്കിലുമൊക്കെ വിഷമിച്ച് വന്നാൽ വിഷമിക്കണ്ട, ഇത് ശരിയാവും, ധൈര്യമായിട്ടിരിക്കുക, കർത്താവ് സഹായിക്കും എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവണം. ഹല്ലേലൂയ. അപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർക്ക് അത് വേണം? എത്ര പേർക്ക്? നോക്കട്ടെ, നാവിൻ്റെ അനുഗ്രഹം വേണ്ടാത്ത ആളുകളും ഉണ്ടല്ലേ ഇതിനകത്ത്. മനുഷ്യരെ കൊല്ലാൻ വേണ്ടി ഇരിക്കുന്നതായിരിക്കും. കൈതാക്കരുത്. ഞാൻ പറയുന്നവരെ കൈതാക്കരുത്. അതായത് എനിക്ക് കർത്താവിൻ്റെ മുമ്പിലാണ് ഈ കൈ ഉയർന്നിരിക്കുന്നത്. കർത്താവിനോടാണ് പറയുന്നത്, കർത്താവേ എനിക്ക് നാവിൻ്റെ ഒരഭിഷേകം തരണം എന്ന് പറഞ്ഞേ. കർത്താവേ
എനിക്ക് നാവിൻ്റെ ഒരു അഭിഷേകം തരണം. പറഞ്ഞേ കർത്താവേ എനിക്ക് നാവിൻ്റെ ഒരു അഭിഷേകം തരണം. പറഞ്ഞേ കർത്താവേ എനിക്ക് നാവിൻ്റെ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ മതി. അപ്പോൾ ഇന്ന് ഒന്ന് എഴുന്നേറ്റ് നിന്നേ, നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ. നമ്മുടെ നാവിൽ നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളെയും ഓർത്ത്, നമ്മുടെ നാവിൻ്റെ കെട്ടഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ കെട്ടഴിയും. എന്താ ഞാൻ പറഞ്ഞേ? നമ്മുടെ നാവിൻ്റെ കെട്ടഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ കെട്ടഴിയും. നമ്മുടെ വീടിൻ്റെ കെട്ടഴിയും. നമ്മുടെ നാവൊന്ന് ശരിയായാൽ ഒത്തിരി കാര്യങ്ങൾ ശരിയാവും. അതുകൊണ്ട് നമുക്ക് വീട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാവും. എന്ത് ചെയ്താൽ? നാവൊന്ന് ശരിയായാൽ മതി. പക്ഷേ യാക്കോബ് സ്ലീഹ പറയുന്നുണ്ട്, ഇതിനെ നിയന്ത്രിക്കാനാണ് ഏറ്റവും വലിയ കപ്പലിനെയൊക്കെ നിയന്ത്രിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ നാവിനെ നിയന്ത്രിക്കാനാണ് വലിയ പ്രയാസം. അത് പാടാണ്, ബട്ട് നോട്ട് ഇമ്പോസിബിൾ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ബട്ട് നോട്ട് ഇമ്പോസിബിൾ. സോ ദൈവത്തിന് അസാധ്യമായി. ഇപ്പം ഇത്രയും പേര് റോക്ക്ലാൻഡ് കൗണ്ടിയിൽ ധ്യാനത്തിന് വന്ന എല്ലാ ആളുകൾക്കും നാവിൻ്റെ ഒരു അഭിഷേകം കിട്ടാൻ കർത്താവേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആഗ്രഹിച്ചിട്ട് നമുക്ക് നാവിനെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല സംസാരം അല്ലേ, നന്നായിട്ട് എത്ര നമ്മൾ ഭാരപ്പെട്ട് ചെന്നാലും ചിലരുടെ ഒരു വാക്ക് മതി നമ്മളെ ആശ്വസിപ്പിക്കാൻ. ഒരു വാക്ക് മതി നമ്മളെ ബലപ്പെടുത്താൻ. നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ജീവിപ്പിക്കുന്നത്, പടുത്തുയർത്തുന്നത്. നമുക്ക് മനുഷ്യർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു. ഇപ്പോൾ ഡോളറൊന്നും കൊടുത്തില്ലെങ്കിലും എന്ത് കൊടുക്കാൻ പറ്റും? നല്ല വാക്ക് പറയാം അല്ലേ? ആളുകൾ നമ്മളിൽ നിന്ന് കൂടുതലും പണമൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. എന്താ? നല്ല പെരുമാറ്റം. നമ്മൾ മലയാളികൾ കുറേ പേര് ഇവിടെ ഉണ്ട്. ഇവിടെയുള്ള നാട്ടുകാർ പറയണം, ഈ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾ ദേ ആർ ഗുഡ് പീപ്പിൾ എന്ന് പറയണം. അങ്ങനെ പറയാൻ പറ്റുന്നത് നമ്മൾ നല്ല ആളുകളാണ്. അല്ലാതെ സായിപ്പിനെ പാര വെച്ച് കാലെ പിടിച്ച് നിലത്തിട്ട് അവൻ്റെ കാല് വാരി സായിപ്പിനെ നശിപ്പിച്ച് ഈ നാടും മുടിപ്പിച്ച് നമ്മൾ ഈ രാജ്യത്തിന് അപമാനമായിട്ട് മാറരുത്. മറിച്ച് നമ്മൾ നല്ല ആളുകളാണ്. നമ്മുടെ നാവിനെ നന്നായിട്ട് സൂക്ഷിക്കണം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും ഇത് പാടാണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. നമുക്കൊക്കെ ഭയങ്കര പാടാണിത്. പക്ഷേ നമുക്ക് ലെറ്റ് us try. Depending on the grace of Jesus Christ, we are trying to keep our tongue as holy as God wishes this tongue to be holy. അപ്പോൾ നമുക്കത് ആഗ്രഹിക്കാം, നന്നായിട്ട് ആഗ്രഹിക്കാം. ഹല്ലേലൂയ. ഇരുന്നേ. ഇനി എനിക്ക് ഒരു കാര്യം കൂടി ആമുഖമായിട്ട് നിങ്ങളോട് പറയാനുണ്ട്. ഈ രണ്ടാമത്തെ കാര്യം, മടുത്താലും ഇല്ലെന്നേ പറയാവൂ. മനസ്സിലായി? ഇങ്ങനെ വീഴാൻ പോവാണേലും ഇല്ല എന്ന് പറഞ്ഞിട്ടേ വീഴാവൂ. ഓക്കെ, ശരി. അപ്പോൾ വായിക്കാം. സുഭാഷിതങ്ങൾ 25 വാക്യം 2. Proverbs 25:2. സുഭാഷിതങ്ങൾ 25:2 വായിക്കാം. അത് എല്ലാവരും ഒന്ന് എടുത്തിട്ട് അത് വായിച്ചോ. സ്ക്രീനിലുണ്ട്. ബൈബിളിൽ കിട്ടാത്തവർ സ്ക്രീനിൽ നോക്കി വായിക്കാം, അല്ലാത്തവർ ബൈബിൾ നോക്കി വായിക്കാം. നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. മതി. നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും മനസ്സിലായോ? എന്താ മനസ്സിലായതൊന്ന് പറയാവോ? അല്ല, നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായതൊന്ന് പറയാവോ? ഒന്നും മനസ്സിലായില്ല എനിക്ക്. നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഞാൻ കേട്ടില്ല. പറയാവോ? ദൈവിക കാര്യങ്ങൾ, അതായത് നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണെന്ന് പറഞ്ഞാൽ ദൈവവുമായി ബന്ധപ്പെട്ടതിൻ്റെ സ്വഭാവമാണ്. അതെല്ലാം നിഗൂഢമായിട്ടാണ് ഇരിക്കുന്നത്. നിഗൂഢം എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നത്, ഹിഡൻ, മിസ്റ്റീരിയസ്. ദൈവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ? ദൈവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ മറഞ്ഞിരിക്കുന്നതാണ്. എനിക്ക് ബൈബിളിൽ നിന്ന് അങ്ങനെ മറഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. സത്യമായിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് മറഞ്ഞു കിടക്കുകയാണത്. ഇറ്റ് ഈസ് ഹിഡൻ. ഒത്തിരി കാര്യങ്ങൾ മറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ 15 ദിവസം
ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് മൗണ്ട് കാർമലിൽ. അപ്പോൾ ഈ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരും ആളുകൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ, ബൈബിളിലെ ചില കാര്യങ്ങൾ, ഇത്രയും നാളും അറിയാതിരുന്ന ചില കാര്യങ്ങൾ മറഞ്ഞു കിടന്നത് ഇങ്ങനെ പൊട്ടിച്ച് കാണിക്കുമ്പോൾ ഇങ്ങനെ ആളുകൾ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ, അതായത് അത് മറഞ്ഞു കിടന്നാണ്. ഇത് മറഞ്ഞു കിടന്നത് മറനീക്കി വെളി വരുമ്പോൾ ഇറ്റ് ഈസ് ഷോക്കിംഗ്, സർപ്രൈസിങ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ബൈബിളിൽ. ബൈബിൾ മുഴുവൻ അങ്ങനെയാണ്, എല്ലാം മറഞ്ഞു കിടക്കാണ്. അപ്പോൾ മറഞ്ഞു കിടക്കാണ്, അതാണ് ഒരു കാര്യം. നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വം. സോ ദൈവത്തിൻ്റെ ക്യാരക്ടറാണ്, ദൈവവുമായി ബന്ധപ്പെട്ടതൊക്കെ മറഞ്ഞു കിടക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് എന്തെങ്കിലും ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ, ഈ മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് എന്താ? അണ്ടർസ്റ്റാൻഡ് ആണോ? മനസ്സിലാവുക. സത്യം പറഞ്ഞാൽ ദൈവിക കാര്യങ്ങൾ മനസ്സിലല്ല ആവുന്നത്. ഓക്കെ, നിങ്ങൾ അറിവുള്ള ആളുകളാണ്. ദൈവിക കാര്യങ്ങൾ മനസ്സിലല്ല. നമുക്ക് പക്ഷേ ഭാഷയുടെ പരിമിതി കൊണ്ട് മനസ്സിലാവുക എന്നേ പറയാൻ പറ്റൂ. ദൈവിക കാര്യങ്ങൾ മനസ്സിലല്ല ആവുന്നത്. ഇതെവിടാ ശരിക്കും? അതായത് നിങ്ങൾക്ക് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇത് ഈ കസേരയുടെ അടിയിൽ ഇത് താഴെ കുഴിച്ചാൽ ഇവിടെ നിധി കിട്ടും. നിധി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലായി, ഇവിടെ നിധി ഇരിപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തുണ്ടായി? അറിവ് മാത്രമല്ല, ഒരു ആർത്തി വന്നില്ലേ? ഒരു സന്തോഷം. അത് കേട്ടപ്പോൾ തൊട്ട് ഒരു സന്തോഷം. ഇതിനടിയിൽ ഇനി എല്ലാവരും പോയിട്ട് വേണം ഇത് കുഴിച്ചെടുക്കാൻ. ഒരു സന്തോഷം ആ അറിവ് കിട്ടിയപ്പോൾ. അപ്പം മനസ്സിലാകുമ്പോൾ സന്തോഷം ഉണ്ടാവും. എന്നാൽ ബൈബിളിലെ കുറേ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാകുമ്പോഴും നമുക്കൊരു സന്തോഷമില്ല. കാരണം എന്തെന്നറിയാം? അത് മനസ്സിലല്ല ആവുന്നത്. സന്തോഷം വരണമെങ്കിൽ അതെവിടെ ആവണം? ആത്മാവിലാണ്. വചനം കയറുന്നത് എപ്പോഴും ആത്മാവിലാണ്. അനേകം ആളുകളുടെ പ്രശ്നം മനസ്സിലാവും, ആത്മാവിൽ ആവത്തില്ല. ഞാൻ പറഞ്ഞ വ്യത്യാസം പിടികിട്ടിയോ? അതായത് ലോകത്തിലെ ഏത് കാര്യവും മനസ്സിലാവുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. എന്നാൽ വചനം നമുക്ക് മനസ്സിലാവും. ഇൻ്റലക്ച്വലി വി ആർ കേപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ദീസ് ആർ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ അത്യാവശ്യം ബുദ്ധിയുള്ളവർക്കൊക്കെ വായിച്ചാൽ മനസ്സിലാവും. എന്നാൽ മനസ്സിലായാൽ ഒരാൾക്ക് കാര്യമില്ല, മനസ്സിലായിട്ട് കാര്യമില്ല. മറിച്ച് എന്ത് കിട്ടണം? ഇത് അയാളുടെ എവിടെ കയറണം? അപ്പോൾ പ്രശ്നം എവിടെന്നറിയാമോ? ഈ ആത്മാവിലേക്ക് ഇത് കയറാൻ പറ്റാതെ ഒരു ഗുഡ് മജോറിറ്റി ഓഫ് ആളുകളുടെ ഉള്ളിലും ഒരു ബ്ലോക്ക് കിടപ്പുണ്ട്. ആത്മാവിലോട്ട് കയറത്തില്ലത്, ഒരു ബ്ലോക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് വചനം നമുക്ക് ഈ 119 സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്. സാംസ് 119 ഒരു മനോഹരമായ വാക്യമുണ്ട്. അതായത് ഒരു വ്യക്തി വചനം കണ്ടു കിട്ടുമ്പോൾ അയാൾക്ക് കിട്ടുന്ന സന്തോഷത്തെക്കുറിച്ച് ഈ 119 സങ്കീർത്തനത്തിൽ 162 വാക്യം, 162, വലിയ കൊള്ള മുതൽ കിട്ടിയവനെ പോലെ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു. അതായത് ഒരാൾക്ക് ലുക്ക് അറ്റ് മീ. അതായത് ഈ ബൈബിൾ ഇത് ആത്മാവ് തുറക്കപ്പെടാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് ദിസ് ഈസ് എൻ ഓർഡിനറി ബുക്ക്. എന്ത് ഒരു വെയിറ്റ് ഉള്ള ബുക്ക്. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? POC ബൈബിളിൻ്റെ റിവൈസ്ഡ് വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. റിവൈസ്ഡ് അത് ഇതിനേക്കാളും വലുതാണ്. മനസ്സിലായോ? ഇപ്പം ഞാൻ ഈ 23 കിലോ അല്ലെ 25 കിലോ ഫ്ലൈറ്റിൽ കയറ്റുന്ന വെയിറ്റ് ഇപ്പം 28 കിലോയൊക്കെ പെട്ടി. എൻ്റെ പെട്ടി 28 കിലോ. എന്തെന്നറിയാം? ഈ 2 ബൈബിൾ വെച്ച് കഴിയുമ്പോൾ തന്നെ 8-9 കിലോ ആയി. മനസ്സിലായി? ഇതുമുണ്ട്. പിന്നെ വേറെ പുതിയ ബൈബിളുണ്ട്, അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ എടുത്തില്ലെന്നേ ഉള്ളൂ. അതിനകത്ത് വേറെ വാക്കുകളൊക്കെയാണ്, ഭാഷയൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ 2 ബൈബിളിലൂടെ കാണുമ്പോൾ തന്നെ 8-9 കിലോ ആയി.
ആത്മാവ് തുറക്കപ്പെടാത്തൊരു മനുഷ്യനെ സംബന്ധിച്ച് വെയിറ്റുള്ളൊരു ബുക്ക്, അല്ല വെയിറ്റുള്ളൊരു ബുക്ക്, പേപ്പർ വെയിറ്റ് ആയിട്ടൊക്കെ വെക്കാം. ആത്മാവ് തുറക്കപ്പെട്ടൊരു മനുഷ്യനെ സംബന്ധിച്ച് ഇതിലെ ഓരോ വചനവും കിട്ടുമ്പോൾ വലിയ കൊള്ള മുതൽ കിട്ടിയവനെ പോലെ, അതായത് ഒരു $10,000 കിട്ടിയാൽ കിട്ടുന്നതിനേക്കാൾ സന്തോഷമാണ് എന്ത് കിട്ടുമ്പോൾ, ഒരു വചനം കിട്ടുമ്പോൾ. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ അത് ഞാനൊരു എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ ഒന്നും പറയല്ല, മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഈ ബൈബിളെന്ന് പറഞ്ഞാൽ അങ്ങ് ഭ്രാന്താവും. എന്നിട്ട് ഈ വചനത്തിനകത്ത് അതുപോലൊരു സ്നേഹവും വചനത്തോടൊരു താല്പര്യം, കർത്താവ് എന്താ പറയുന്നതെന്നറിയാൻ എപ്പോഴും വചനം തുറന്ന് വായിക്കാൻ പറ്റുന്ന ഒരു അഭിഷേകം. അത് കിട്ടണമെങ്കിൽ അത് കിട്ടണമെങ്കിൽ ആത്മാവ് തുറക്കപ്പെടണം. മനസ്സിലായാൽ പോരാ. ഒരുപാട് ആളുകൾക്ക് വചനം മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ആത്മാവിലാകുന്നില്ല. ആത്മാവിലാകാത്തതിൻ്റെ കാരണം ഇതെല്ലാം നിഗൂഢമാണ്, അതുകൊണ്ടാണ്. അപ്പം അതിന് ഒരു സംഭവമുണ്ട്, അത് നമുക്ക് തുറന്നു കിട്ടണം. അങ്ങനെ തുറന്നു കിട്ടുന്നതിന് ബൈബിൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഏതാണ് ആ വാക്ക്? അതല്ല, അത് തുറക്കപ്പെടട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പറയുന്നത് ഇങ്ങനെ ഈ ബോധ്യങ്ങൾ വചനം തുറന്നു കിട്ടുന്നതിന് ബൈബിളിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. എന്താണത്? അതൊന്നുമല്ല, അറിയാവുന്ന വാക്കെല്ലാം ചുമ്മാ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊന്നും അല്ല. വായിച്ചോ, നിയമാവർത്തനം 29:29, ഡ്യൂട്രോണമി 29:29. നിയമാവർത്തനം അത് കിട്ടിയിട്ട് പിന്നെ അതിനകത്ത് വരട്ടെ, എന്നിട്ട് വായിക്കാം. നിയമാവർത്തനം 29:29 വായിച്ചേ. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകുന്നു. രഹസ്യങ്ങൾ, നിഗൂഢത, രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകുന്നു. എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ, മൈക്കിൻ്റെ ആളുകൾ ഇവിടെ ഉണ്ടല്ലോ അല്ലേ, ഞാൻ താഴോട്ടിറങ്ങുകയാണേ. അപ്പോൾ വെളിപ്പെടുത്തപ്പെട്ടവ ഏതാണ് ആ വാക്ക്? അല്ലാതെ റേമായും ലോഗോസും ഒന്നുമല്ല, വെളിപ്പെടുത്തപ്പെട്ടവ. മനസ്സിലായോ? അപ്പോൾ നോക്കി വായിച്ചേ. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകുന്നു. രഹസ്യങ്ങൾ മനസ്സിലായോ? ദൈവവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും പ്രത്യേകത എന്താണ്? അതെല്ലാം രഹസ്യമാണ്. രഹസ്യം അതെല്ലാം മിസ്റ്റീരിയസ് ആണ്, നിഗൂഢതയാണ്. എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ, മനസ്സിലായോ? എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ എന്നെന്നും നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളതാണ്. അപ്പം അതുകൊണ്ട് ദൈവം ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വല്ലാതെ മിസ് ചെയ്തു. അപ്പം നമ്മൾ ഈ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ദൈവം നമുക്കത് വെളിപ്പെടുത്തി തരണം. സോ നമ്മുടെ അടുത്ത ഒരു പ്രോജക്റ്റ്, നമ്മുടെ അടുത്ത ഒരു പ്രാർത്ഥന, എൻ്റെ കർത്താവേ എനിക്ക് വെളിപ്പെടുത്തി തരണേ. ഇങ്ങനെ ആര് പറഞ്ഞാലും അവർക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കും. മനസ്സിലായോ? സുന്ദരനാട്ടോ. അങ്ങനെ ആര് പറഞ്ഞാലും ദൈവം അവർക്കത് വെളിപ്പെടുത്തി കൊടുക്കും. അപ്പം അതുകൊണ്ട് ആരെയാണ് സുന്ദരൻ എന്ന് പറഞ്ഞതെന്നാണോ? ഞാൻ എന്നോട് തന്നെ പറഞ്ഞാണ്. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ വായിച്ച്. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകുന്നു. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകുന്നു. എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ എന്നെന്നും നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളവയാണ്. ഈ അനുശാസനങ്ങൾ നാം പാലിക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് എന്തിൻ്റെ ഈ വായിച്ചേ, Ephesians chapter 1 verse 17, 18 and 19. എഫേസോസ് 1, 17, 18, 19. എഫേസോസ് 1, 17, 18, 19 വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ. അപ്പോൾ Ephesians 1, 17, 18 and 19 വായിച്ചോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള
പൂർണ്ണമായ അറിവിലേക്ക് നമ്മെ നയിക്കട്ടെ. അപ്പോൾ അതായത് ഇതൊരു പ്രയറാണ്. എഫേഷ്യൻസിൽ 2 പ്രയറുണ്ട്. ഒന്നാമത്തെ പ്രയർ ഇതാണ്, എഫേഷ്യൻസ് 1:17, 18 and 19. പിന്നെ രണ്ടാമത്തെ പ്രയർ എഫേഷ്യൻസ് 3:14, 15, 16, 17, 18, എഫേഷ്യൻസ് 3. അതാണ് രണ്ടാമത്തെ പ്രയർ. മനസ്സിലാവുന്നുണ്ടോ? എഫേഷ്യൻസിൽ എത്ര പ്രയർ ഉണ്ടെന്ന് പറഞ്ഞേ? 2 പ്രയർ. ആദ്യത്തെ പ്രയറാണ് എഫേഷ്യൻസ് 1:17, 18 and 19. അപ്പോൾ വായിച്ചേ, എഫേഷ്യൻസ് 1:17, 18 and 19 വായിച്ചേത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നമ്മെ നയിക്കട്ടെ. കണ്ടോ? ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് കിട്ടണം? ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ ദൈവം നമുക്ക് പ്രദാനം ചെയ്യണം. അതാണ് ഈ പ്രാർത്ഥന. അപ്പം അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നമുക്ക് കിട്ടണം. കിട്ടിയാലേ നമുക്ക് ഈ ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്താണ്? ദൈവമേ, എനിക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ പ്രദാനം ചെയ്യണം. നിങ്ങൾ ഈ ഗലേഷ്യൻസ് 1:11, ഗലാത്യർ 1:11 വായിച്ചേ. ഗലാത്യർ 1:11, ഗലാത്യർ 1:11. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മാനുഷികമല്ല. അടുത്ത വാക്യം, എന്തെന്നാൽ മനുഷ്യരിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്. ഞാൻ മനുഷ്യരിൽ നിന്നല്ല അത് സ്വീകരിച്ചത്. അടുത്ത വാക്യം, ആരും അതെന്നെ പഠിപ്പിച്ചതല്ല. ഉറക്കെ വായിക്ക്. യേശുക്രിസ്തുവിൻ്റെ ഏതാണ് ആ വാക്ക്? വെളിപാട്. ആ വാക്കൊന്ന് ഉറക്കെ പറയാവോ? വെളിപാട്. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അത് എനിക്ക് ലഭിച്ചത്. വെളിപാട്. അതായത് നമ്മളുണ്ടല്ലോ, നമ്മൾ ഈ വചനം വായിക്കുന്ന സമയത്ത് ഈ വായിക്കുന്നത് മനസ്സിലാവുന്ന കൂട്ടത്തിൽ നമ്മുടെ ആത്മാവിൽ ദൈവം വെളിപ്പെടുത്തലുകൾ തരും. ആത്മാവിൽ ദൈവം സംസാരിക്കും. അതാണ് നമുക്ക് സന്തോഷം തരുന്നത്. ഈ വചനത്തിലൂടെ ബുദ്ധിയോടല്ല ദൈവം സംസാരിക്കേണ്ടത്, നമ്മുടെ അകത്തോട് ദൈവം സംസാരിക്കണം. അതിന് നമ്മുടെ അകത്ത് വെളിപാടിൻ്റെ ഒരു അഭിഷേകം തുറക്കപ്പെടണം. വെളിപാട്. മത്തായിയുടെ സുവിശേഷം 16 മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 18 അധ്യായം അല്ല 16 അധ്യായം. മത്തായി 16 അധ്യായത്തിൽ 13 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപയോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നിങ്ങളിങ്ങോട്ട് നോക്കിയേ. അതായത് ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ ഞാനിപ്പോൾ ഈ ബ്രദർ, വാട്ട് ഈസ് യുവർ നെയിം? പേരെന്താ? ജോൺസൺ. ഞാൻ പറയുകയാണ്, ജോൺസൺ എന്നെക്കാളും മൂത്ത ആളാണ്. ജോൺസൺ ചേട്ടാ, ഞാൻ പറയുകയാണ്, ചേട്ടൻ ദൈവമാണ് എന്ന് പറഞ്ഞാൽ അത് എത്ര എംബാരസിങ് ആണ്. ഞാനിപ്പോൾ പറയുകയാണ്, ഈ ചേട്ടൻ ദൈവമാണ്, ഞാൻ ഇന്ന് മുതൽ ചേട്ടനെയാണ് ആരാധിക്കുന്നത്, ചേട്ടന് വേണ്ടി ഞാൻ ജീവിക്കാൻ പോവാണ് എന്ന് പറഞ്ഞാൽ അതൊരു എന്തോ ഒരു എംബാരസിങ് ആയ സ്റ്റേറ്റ്മെൻ്റ്. അത് നമുക്കിന്നിപ്പം ഞാൻ ഈ ജോൺസൺ ചേട്ടൻ ദൈവമാണെന്ന് പറഞ്ഞാൽ എന്തുമാത്രം നമുക്കത് ഒരു വല്ലായ്മ നമുക്ക് ഉണ്ടാക്കുമോ? അതുപോലായിരുന്നു യേശു ജീവിച്ചിരുന്ന കാലത്ത്. യേശു അവരെപ്പോലൊരു മനുഷ്യനല്ലേ? അവർ കാണുന്നത് അവരെപ്പോലൊരു മനുഷ്യനെയാണ്. ആ മനുഷ്യനെ ശിമോൻ പത്രോസ് പറയുകയാണ്, നീ ആരാണ്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇത് ഇന്ന് നമ്മൾ ഒരു 2000 കൊല്ലത്തിന് ഇപ്പുറം നിന്നത് വായിക്കുമ്പോൾ നമുക്കത് വളരെ സിമ്പിളായിട്ട് തോന്നുന്നു. പക്ഷെ അന്ന് അതിൻ്റെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞ പോലെ മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ മനുഷ്യരൂപത്തിൽ നിൽക്കുന്ന തൻ്റെ സമപ്രായക്കാരനായ
ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പത്രോസ് പറയാണ്, നീ ആരാണ്? നീ സത്യദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് എന്ന് പറയുമ്പോൾ ഈശോ പറയാണ്, ഇതൊരു മനുഷ്യൻ്റെ നോർമൽ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് പറയാൻ പറ്റില്ല. ഇതാര്? വെളിപ്പെടുത്തി തരണം പിതാവ്. അടുത്ത വാക്യം വായിച്ച്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത്. കണ്ടോ, ആ വാക്ക് ആവർത്തിക്കുന്നുണ്ടോ? റെക്കറിങ് ആയിട്ട് വരുന്നുണ്ടോ? ആ വാക്ക് ഏതാണ്? വെളിപ്പെടുത്തി തന്നത്. വെളിപ്പെടുത്തി തന്നത് എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് നമുക്കത് വെളിപ്പെടുത്തി തരണം. ഐ ഡോണ്ട് നോ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് അറ്റ്ലീസ്റ്റ് ട്രൈ. അതായത് ഇങ്ങനൊരു സംഭവമുണ്ട്. നമുക്കൊരു സാധനം തുറന്നു കിട്ടും, തുറക്കപ്പെടും. അങ്ങനെ ഉണ്ട്. അതായത് നമുക്ക് വേറൊരു കണ്ണിലാണ് പിന്നെ നമ്മളിതിനെല്ലാം കാണാൻ പോകുന്നത്. നമുക്കിതെല്ലാം ദൈവത്തിൻ്റെ വചനം സത്യമാണ് എന്ന ബോധ്യം നമ്മളിൽ ആഴപ്പെടും. നമുക്ക് ഈ വചനത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് സംശയം തോന്നുന്നേയില്ല. നമ്മൾ വചനത്തിൽ വിശ്വസിക്കുന്നു. വചനം ഭയങ്കര ഉറപ്പായിട്ട് നമ്മൾ വിശ്വസിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പം നിങ്ങൾ ഈ ലോകത്തുള്ള എല്ലാ നിരീശ്വരവാദികളും കൂടി ഈ വചനം മുഴുവൻ തെറ്റാണെന്ന് കാര്യകാരണ സഹിതം പ്രൂവ് ചെയ്താലും എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, അപ്പോഴും ഞാൻ ഈ ബൈബിൾ എടുത്ത് ഇത് സത്യമാണെന്ന് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായി? അതായത് അത് എനിക്ക് എന്തെങ്കിലും അറിവ് കിട്ടിയത് കൊണ്ടല്ല, എൻ്റെ അകത്ത് എവിടെയോ എനിക്ക് ഭയങ്കരമായൊരു ബോധ്യം കിട്ടിയിട്ടുണ്ട്, ഇത് മാത്രമേ ഉള്ളൂ സത്യം. പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്ക് ഭയങ്കരമായൊരു കൺവിക്ഷൻ കിട്ടിയിരിക്കുകയാണ്, ഇതാണ് സത്യം, ഇതല്ലാതെ ലോകത്ത് വേറെ ഒരു സത്യവുമില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അത് തുറന്നു കിട്ടുന്നത് ഒരു വെളിപാടിലൂടെയാണ് തുറന്നു കിട്ടുന്നത്. അതുകൊണ്ട് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ള രണ്ടാമത്തെ കാര്യം, നമ്മൾ നാളെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡിസ്കഷൻസിലേക്ക് നമ്മൾ പോകും. ബൈബിളിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് വന്ന ആളുകളാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഐ ഹാവ് ടു ബി സീരിയസ്. ഞാൻ സീരിയസ് ആയേ പറ്റൂ. അതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ബൈബിളിലെ ഹിഡനായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാൻ പരിശ്രമിക്കും. പക്ഷെ അതിന് നമുക്ക് വേണ്ടത്, നമുക്കൊരു വെളിപാടിൻ്റെ ആത്മാവ് തുറന്നു കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ഇന്ന് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് ഞാനൊരു പ്രെയർ തന്നുവിടും. ആ പ്രെയറാണ് എഫേഷ്യൻസ് 1:17. അത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്: ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവനെ, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ എനിക്ക് പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എന്നെ നയിക്കണമേ. അങ്ങയെക്കുറിച്ചുള്ള മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. മത്തായി 11:25. മത്തായി 11:25 വായിച്ചേ. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക്, കണ്ടോ ആ വാക്ക്, റെക്കറിങ്, വെളിപ്പെടുത്തിയതിനാൽ, കണ്ടോ ആ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് നിങ്ങൾ നന്നായിട്ട് നാളെ വരുമോ? എങ്ങനെയാ? ഇന്ന് സൺഡേ ആയതുകൊണ്ട് വന്നതാണോ ഇത്? നാളെ വരുമോ? അപ്പോൾ നമുക്ക് നന്നായിട്ട് ശരിക്കും നല്ല ആഴത്തിലേക്ക് പോയി നിങ്ങൾ ഒത്തിരി കർത്താവിന് നന്ദി പറയും, എനിക്ക് ഉറപ്പാണ്. കാരണം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ദൈവം മനസ്സിലാക്കി തരും, ഒരുപാട് കൺവിക്ഷൻസ് തരും, ഒരു വലിയ ഒരു 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 ഗ്രോത്ത് നമുക്കുണ്ടാവും ആത്മാവിൽ. ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് അതിന് കർത്താവ് ഈശോ നമ്മളെ അതിന് സഹായിക്കും. ഞാൻ ഒത്തിരി കോംപ്ലിക്കേറ്റഡായ കാര്യങ്ങളല്ല, പക്ഷേ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നമ്മുടെ ആത്മീയ ജീവിതം നന്നായിട്ട് കയറി വരാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വലിയ ഒരു 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 ബൈബിൾ സ്റ്റഡിയിലേക്ക് നമ്മൾ പോകും. അപ്പം അതിന് പോകുമ്പോൾ അതിനൊരുക്കമായിട്ട് നമുക്ക് എന്ത് വേണം? എൻ്റെ കർത്താവേ, എനിക്കിതെല്ലാം ഒന്ന് വെളിപ്പെടുത്തി തരണേ, എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണേ എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക കാലത്ത് ഇതൊത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് കർത്താവേ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി തരണേ, ഒന്ന് വെളിപ്പെടുത്തി തരണേ. അന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എനിക്ക് കുറച്ചൊക്കെ ദൈവം മനസ്സിലാക്കി തരുമോ എന്ന് എനിക്കന്ന് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ അതങ്ങനെ പ്രാർത്ഥിക്കാൻ ദൈവം ചില ആളുകളിലൂടെ തന്ന നിർദ്ദേശം അനുസരിച്ച് അത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു.
അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമാണ് കേട്ടോ ചേട്ടാ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ശാരീരികമായിട്ട് ഞാൻ വളരെ ടയേർഡാണ്, ഫിസിക്കലി ഓരോ ദിവസം കഴിയും തോറും എനിക്ക് ക്ഷീണം കൂടിക്കൂടി വരികയാണ്. വയസ്സ് 28 അറിയാവോ? ഇത് എവിടെ പറഞ്ഞാലും ആളുകൾ ചിരിക്കുക, എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ. അപ്പോൾ പ്രായം കൂടി വരും തോറും പക്ഷേ എനിക്ക് ഓരോ ദിവസം കഴിയും തോറും എൻ്റെ സന്തോഷം കൂടിക്കൂടി വരികയാണ്. അത് എന്താണെന്നറിഞ്ഞൂടാ, വല്ല അസുഖമാണോ എന്തോ അല്ലല്ലേ. അതായത് ഭയങ്കര സന്തോഷം. ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ, ഇത് എനിക്ക് കോളേജിലായിരുന്നു, അങ്ങനെ റാങ്ക് കിട്ടി, ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് നാണക്കേടാണ് ഇപ്പോൾ അത് കേൾക്കുന്നത്. ഇനി അത് പറയണം, ആരോടും പറയണ്ടാണ്. നാണക്കേടാന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത്, ഞാൻ ആരംഭം മുതലേ ഒരു സുവിശേഷകനായിരുന്നു എന്ന് പറയാനാണ് ഇഷ്ടം. കാരണം അതിനേ ഉള്ളൂ വില, അതിനേ ഉള്ളൂ സന്തോഷം, അതേ ഉള്ളൂ. അത് നമുക്ക് സത്യം പറഞ്ഞാൽ വേറെ ഒന്നിനും ഒരു വിലയില്ല. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ജീവിക്കാൻ പറ്റുന്നു, എല്ലാ ദിവസവും വചനം പ്രഘോഷിക്കാൻ പറ്റുന്നു, എന്തെങ്കിലും ബൈബിളിലെ കാര്യങ്ങൾ ആരോടെങ്കിലുമൊക്കെ എല്ലാ ദിവസവും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു. അങ്ങനെ എന്തൊരു സന്തോഷമായത്, മനസ്സിലായോ? പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള അത്രയും ഡോളർ എൻ്റെ കയ്യിലില്ല, പക്ഷെ നിങ്ങൾക്കുള്ളതിനേക്കാൾ സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അത് എനിക്ക് എൻ്റെ ടെസ്റ്റിമണിയായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. അതെനിക്ക് ഈ വചനത്തിൽ നിന്ന് കിട്ടിയതാണ്. കൊള്ള മുതൽ കിട്ടിയവനെ പോലാണ്, അതായത് ബാങ്ക് കൊള്ളയടിച്ചവനെ പോലാണ് എൻ്റെ സന്തോഷം. അതുകൊണ്ട് ഞാൻ ആ സന്തോഷമാണ് നിങ്ങൾക്ക് പകർന്നു തരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ച് നാളെ വരണം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ആദ്യത്തെ കാര്യം ഇതാണ്, നിങ്ങൾ ഇന്ന് മടങ്ങിപ്പോയി കഴിഞ്ഞാൽ നല്ല ഒരു റെസിഡൻഷ്യൽ റിട്രീറ്റിൽ പങ്കെടുക്കുന്ന അതേ ഡിസിപ്ലിൻ നിങ്ങൾ എനിക്ക് തരണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫിസിക്കലി വളരെ ടയേർഡാണ്. വരുന്നതിന് തൊട്ട് മുമ്പ് ഭയങ്കര ഒരു വയ്യാഴിക ഉണ്ടായി, ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ്. അപ്പോൾ ഞാൻ ശരിക്കും എങ്ങനെ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ സംശയിച്ചു. ചില ആളുകളൊക്കെ വിളിച്ച് ചോദിച്ചെന്ന് പറഞ്ഞു, അച്ഛൻ വരുമോ എന്നൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു. എനിക്ക് അത്രയും വയ്യാതായിപ്പോയി. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ ഒരു ക്ഷീണം മാറി വരുന്നേ ഉള്ളൂ, ചുമ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടയേർഡാവുന്നു. പിന്നെ നേരത്തെ ഉള്ള വേദനകളൊക്കെ ഇപ്പോഴത്തെ എല്ലാം ഉണ്ട്, നടുവിൻ്റെ വേദന, കാലിൻ്റെ വേദന എല്ലാം അതുപോലെയൊക്കെ തന്നെ ഉണ്ട്, കുറവൊന്നും വന്നിട്ടില്ല. അത് ഞാൻ പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഞാൻ ക്ഷീണിതനാണ്, ഞാൻ തുറന്നങ്ങ് പറയുകയാണ്. പക്ഷേ എനിക്ക് ഈ അടുത്ത നാളെയും മറ്റന്നാളും ഐ എം റിയലി എക്സൈറ്റഡ്. എന്തിനാണ്? അതായത് എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം, നിങ്ങൾ ഇന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഒരു റെസിഡൻഷ്യൽ റിട്രീറ്റിൽ നമ്മൾ മൗണ്ട് കാർമലിൽ നിങ്ങൾ ധ്യാനിക്കാൻ വന്നാൽ നിങ്ങളുടെ ഫോണെല്ലാം വാങ്ങിച്ചു വെക്കും. വേറെ മീഡിയ, സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ്, TV ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങളിന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾ വചനമല്ലാതെ വേറൊന്നും ശ്രദ്ധിക്കരുത്. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ, ന്യൂസ് ഒന്നും ഇന്ന് നാളെ, മറ്റന്നാൾ ധ്യാനം കഴിഞ്ഞ് പോയിട്ട് പിന്നെ നോക്കിക്കോ, കുഴപ്പമില്ല. ഇന്നും നാളെയും ഈവനിങ്സ്, നിങ്ങളുടെ വൈകുന്നേരം നിങ്ങൾ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ കൊടുത്തതുപോലെ നിങ്ങളുടെ വൈകുന്നേരങ്ങൾ എനിക്ക് തരണം. മനസ്സിലായോ? അപ്പം നിങ്ങളുടെ വൈകുന്നേരം എനിക്ക് തരണം. നിങ്ങളിപ്പോൾ വൈകിട്ട് 7 മണിക്ക് നമ്മുടെ റിട്രീറ്റ് തീരും, നിങ്ങൾ വീട്ടിലേക്ക് പോകും. പിന്നെ നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫാണ്. ആ വൈകുന്നേരങ്ങളിൽ നിങ്ങൾ ഓർക്കണം, ഞാനൊരു ചൂരലുമായിട്ട് നിങ്ങളുടെ വീട്ടിലിങ്ങനെ നിൽപ്പുണ്ടെന്ന് നിങ്ങൾ ഓർത്തോണം. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ നിങ്ങൾ നല്ല ഡിസിപ്ലിൻഡ് ആയിരിക്കണം. രാത്രി പോയിട്ട് വീട്ടിൽ കുറച്ച് ജോലിയൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് മാറിയിരുന്ന് കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് വെളിപാട് തരണേ, എനിക്ക് വെളിപ്പെടുത്തി തരണേ, അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പിന്നെ ഒരു ജപമാല ചൊല്ലണം, ഒരു 3 കരണക്കൊന്ത ചൊല്ലണം. അത് കമ്പൽസറി ആയിട്ട് ചൊല്ലണം. എന്നിട്ട് ഇന്ന് കിടക്കാവും. ഒരു കൊന്ത ചൊല്ലണം, ഒരു 3 കരണക്കൊന്തയും ചൊല്ലണം. പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ കുറേ ഇരുന്ന് ബൈബിൾ വായിക്കണം. ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾ വായിക്കേണ്ടത് ജെനസിസ് ചാപ്റ്റർ 1, 2, 3, 4 എഴുതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞുതരാം. ജെനസിസ് ചാപ്റ്റർ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22 വരെയെങ്കിലും വായിക്കണം. അത്രയും വായിക്കാൻ എന്നെ പാട് സമയമില്ലേ? ഓക്കെ, വെരി ഗുഡ്. സമയമില്ലെങ്കിൽ ഓക്കെ 22 വരെ വേണ്ട,
21 വരെ വായിച്ചാൽ ഓക്കെ. തീരുന്നത്രയും തീരട്ടെ. ഓക്കെ, ഏതായാലും 1 മുതൽ തുടങ്ങണം. മറ്റേ എനിക്കറിയാമെന്ന് പറഞ്ഞ് മറിച്ച് വിടരുത്. ആദ്യം ഇതൊക്കെ അറിയാവുന്ന ആകാശം ഭൂമി അത് മറിച്ച് കായനും ആവേലും പിന്നെ എത്രയും വായിച്ചിട്ടുണ്ട്. അങ്ങനെ നോഹയുടെ പ്രളയം എനിക്ക് പണ്ടേ അറിയാമെന്ന് അങ്ങനെ മറിച്ച് വിടരുത്. ശ്രദ്ധിച്ച് വായിക്കണം. കാരണം ഞാൻ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. 3-ാം ദിവസം എന്താണ് സൃഷ്ടിച്ചത്, 2-ാം ദിവസം എന്താണ്. അപ്പോൾ അങ്ങനെ ഞാൻ ബൈബിൾ മുഴുവൻ വായിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഈ റിട്രീറ്റ് കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ 2 ഔട്ട്പുട്ട് ഉണ്ടാവും. ഒന്ന്, നിങ്ങൾക്ക് ബൈബിള് വായിക്കാൻ ഭയങ്കരമായ ഒരാഗ്രഹം വരാൻ തുടങ്ങും. അത് ഉറപ്പാണ്, അതിൻ്റെ ഔട്ട്പുട്ട് ഇന്ന് എനിക്ക് പറയാൻ പറ്റും അത്. 2ാമത്തെ കാര്യം, നിങ്ങളുടെ വിശ്വാസം വളരും. ഈ 2 കാര്യങ്ങൾ നടക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ 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 തീഷ്ണതയോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. 1ാമത്തെ കാര്യം ഇതാണ്. ശരിക്കും നിങ്ങളെ അറിയാവുന്ന എല്ലാ ആളുകളെയും വിളിച്ച് പറയണം, ഞങ്ങൾ ഇവിടെ ന്യൂയോർക്കിൽ ഒരു ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരോടും പറയണം. ഫോൺ ചേച്ചി ലിസൺ ലെറ്റ് മീ ടോക്ക്. ചേച്ചി, ഞാൻ നിങ്ങൾ ഫോണൊക്കെ മാറ്റി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല നിങ്ങളത് മാറ്റി വെക്കുമെന്ന്. മനസ്സിലായോ? എനിക്കറിയാം നിങ്ങൾ വൈകിട്ട് വിളിക്കുമെന്ന്. അപ്പോൾ അല്ല, നിങ്ങൾ യു ആർ സീരിയസ് ആണോ? ഓക്കെ, ഒറ്റ എക്സെപ്ഷൻ ഉണ്ട്. പ്രാർത്ഥന ചോദിക്കാൻ മാത്രം വിളിക്കാം. വിളിച്ചിട്ട് ആ കൂട്ടത്തിൽ ഒരു 25 മിനിറ്റ് കുറ്റം പറയാൻ ഉപയോഗിക്കരുതെന്നേ ഉള്ളൂ. അതായത് വിളിച്ചിട്ട് പറയണം, തിരക്കാണ്, ഒത്തിരി സംസാരിക്കാൻ സമയമില്ല, ഞങ്ങൾ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്, മൺഡേ ട്യൂസ്ഡേ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ചേക്കണം, ഓക്കെ താങ്ക് യു ബൈ എന്ന് പറഞ്ഞ് വെച്ചേക്കണം. പിന്നെ ഒരു സെൻറ്റൻസ് പോലും പിന്നെ സംസാരിക്കരുത്. നിങ്ങളെ അറിയാവുന്ന എല്ലാ ആളുകളോടും പ്രാർത്ഥന ചോദിക്കണം. ഇനി ഫോൺ വിളിച്ചില്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാലും പോരെ അല്ലേ? ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചേക്ക്, എന്നിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഈ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പില്ലേ അല്ലേ? ഫാമിലി ഗ്രൂപ്പ്, പിന്നെ LP സ്കൂളിൽ പഠിച്ചവരുടെ ഗ്രൂപ്പ്, UP സ്കൂളിൽ പഠിച്ചവരുടെ ഗ്രൂപ്പ്, പിന്നെ കോളേജിൽ പഠിച്ചതിൻ്റെ ഗ്രൂപ്പ്, അങ്ങനെ എന്തെല്ലാം ഗ്രൂപ്പുകളാണ്. അതിനകത്തെല്ലാം എന്താണ്, 2 ദിവസം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധിക്കുന്നിടത്തോളം ആളുകളിൽ നിന്ന് പ്രാർത്ഥന ചോദിക്കുക. നിങ്ങളും പ്രാർത്ഥിക്കുക. നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി നിങ്ങൾ വരിക. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത 2 ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും കർത്താവ്. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാം. നമുക്കിനി നമ്മൾ ആരാധനയിലേക്ക് കടക്കാൻ പോവുകയാണ്.